നമ്മൾ റോമാലേഖനത്തിൻ്റെ ഈ പഠന പരമ്പരയുടെ അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലായിരുന്നു ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത്. 7-ാം അധ്യായം 7ഉം 8ഉം അധ്യായങ്ങൾ വളരെ പ്രധാനമാണ്. അത് നമുക്ക് പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപയും പരിജ്ഞാനവും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇപ്പോൾ ന്യായപ്രമാണം ദൈവം തന്നതാണ്, ന്യായപ്രമാണം നല്ലതാണ്. എന്നാൽ അത് തന്നിരിക്കുന്നത് ജഡമയനായ എനിക്കാണ്. പ്രമാണത്തിനൊരു കുഴപ്പവുമില്ല, പക്ഷെ പ്രമാണം കയ്യിൽ കിട്ടിയത് എനിക്കാണ് എന്നുള്ളതാണ് എൻ്റെ പ്രോബ്ലം. എൻ്റെ പ്രോബ്ലം എന്താണ്? ഞാൻ ജഡമയനും പാപത്തിന് അടിമയുമാണ്. പാപത്തിൻ്റെ അടിമയായി വിൽക്കപ്പെട്ടവനാണ്. അതായത് എനിക്ക് എൻ്റെ മേൽ അവകാശമില്ല, പാപത്തിനാണ് എൻ്റെ മേലുള്ള അവകാശം. അതായത് പാപമാണ് എന്നെ ഭരിക്കുന്നത്, പാപത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാനുള്ളത്. അടിമയാണ്, പൂർണ്ണമായ അടിമ. ഈ അടിമത്തം എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്തം, പാപം യജമാനനായിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ അടിമ വ്യവസ്ഥയൊന്നും കാര്യമായിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാലത്ത് ലോകത്തിൽ പല സ്ഥലങ്ങളിൽ അടിമ വ്യവസ്ഥ ഉണ്ടായിരുന്നു. പഴയ പുരാതന റോമൻ സാമ്രാജ്യത്തിലും അടിമകളുണ്ടായിരുന്നു. ചരിത്രത്തിലുടനീളം പല സ്ഥലങ്ങളിലും അടിമ വ്യാപാരവും അടിമകളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് അവരെ ഉപയോഗിക്കുന്നതൊക്കെ കാണാമായിരുന്നു. നമ്മുടെ വീട്ടിൽ എത്ര കാളകളുണ്ടെന്ന് ചോദിക്കുന്നവരായിരുന്നു നിങ്ങളുടെ വീട്ടിൽ എത്ര അടിമകളുണ്ടെന്ന് ചോദിക്കുന്നത്. ജോലി ചെയ്യുന്ന വർക്കേഴ്സും അടിമകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്ത് ശമ്പളം പോരായെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാലറി റേസ് വേണമെങ്കിൽ ചോദിക്കാം, അല്ല ഇട്ടിട്ട് പോവാം എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്കിത് പറ്റില്ല എന്ന് പറയാം, ലീവ് എടുക്കാം. സാലറി ഇല്ലാതെ ആരും പണിയുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളുടെ വീട്ടിലൊരു കാളയോ കഴുതയോ ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് സാലറി ചോദിക്കുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയത്. അതുപോലെ അടിമകളായ കുറേ മനുഷ്യർ, അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് അവർക്കില്ല. അവരുടെ യജമാനാണ് എല്ലാം തീരുമാനിക്കുന്നത്. എനിക്കിത് കഴിയില്ല എന്നവർക്ക് പറയാൻ പറ്റില്ല, എനിക്ക് സുഖമില്ല എന്നവർക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം കണ്ടൊരു ഇവർ ഈ അടിമകളെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ ശക്തനായ ഒരു നീഗ്രോ അപ്പൂപ്പനുണ്ടായിരുന്നു. പുള്ളിക്ക് എത്രയോ ഇത് ഒരു മനുഷ്യരെ ബ്രീഡ് ചെയ്യുന്ന പോലെ, മനുഷ്യരെ അതായത് കാളകളെയൊക്കെ വളർത്തുന്ന പോലെ, പശുക്കളെ വളർത്തുന്ന പോലെ, അങ്ങനത്തെ ഒരു പരിസ്ഥിതിയായിരുന്നു. അന്നും ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ അടിമകളെ വെച്ചുകൊണ്ടിരുന്നത്. ശരിക്കും മതവും സമുദായവും സഭകളും എല്ലാം എപ്പോഴും കാശുള്ളവൻ്റെ കൂടെയും അധികാരികളുടെ കൂടെയായിരുന്നു. എന്നും അങ്ങനെയായിരുന്നു. കാരണം അവരില്ലാതെ ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ അടിമകളുടെ കാര്യം പോലെയാണ് നമ്മുടെ പാപവുമായി നമ്മുടെ ബന്ധം. നമ്മുടെ തീരുമാനം എടുത്തിട്ടല്ല നമ്മൾ പാപം ചെയ്യുന്നത്. തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ തീരുമാനം എടുത്തിട്ടല്ല നമ്മൾ പാപം ചെയ്യുന്നത്. നമുക്ക് പാപം ചെയ്തേ പറ്റൂ. ബിക്കോസ് വി ആർ ബോൺ സിന്നേഴ്സ്. നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും വിചാരങ്ങളിലും എല്ലാം അൺക്രൈസ്റ്റ് ലൈക്ക്നെസ് ഉണ്ട്. വി ആർ നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പോൾ കർത്താവിൻ്റെ നീതി വെളിപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും, നമ്മുടെ ഹൃദയത്തിൽ ഓരോ ധ്യാനത്തിലും നമുക്ക് അൺറൈച്ചസ്നെസ് ഉണ്ടെന്നുള്ളതാണ്. ലാക്ക് ഓഫ് ലവ്, സ്നേഹമില്ലായ്മ. ആ ഒരു കൽപ്പന അനുസരിക്കാൻ കഴിയാത്തവരാണ് നമ്മളത്. അതൊരു അടിമത്തമാണ്, സ്ലേവറിയാണ്. നമുക്ക് പാപമല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. സ്ലേവറി ടു സിൻ. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ പാപം എന്ന യജമാനനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അടിമയായി വിൽക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ കയ്യിലേക്കാണ് ദൈവം അവൻ്റെ അതിവിശുദ്ധമായ കൽപ്പനകളെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ വി ആർ അണ്ടർ ബോണ്ടേജ്, വി ആർ അണ്ടർ ദ യോക്ക്. നമുക്കൊരു നന്മയും ചെയ്യാൻ കഴിവില്ലാത്ത നമ്മുടെ കയ്യിലേക്ക് ദൈവം തരികയാണ്. എന്താണ്? അവൻ്റെ പ്രമാണങ്ങൾ, അതിവിശുദ്ധമായ അവൻ്റെ ആത്മീക പ്രമാണങ്ങൾ. 15-ാം വാക്യം പറയുകയാണ്, ഈ അടിമത്തത്തെക്കുറിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. ഒന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളാണ്, മറ്റൊന്ന് അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ.
നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരെങ്കിലും ചോദിക്കണം എവിടെ പോവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണെന്ന് നിങ്ങൾ പറഞ്ഞ് കള്ളം പറഞ്ഞാൽ അത് എങ്ങനത്തെ പാപമാണ്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണ്. ഓക്കെ. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ പഴയ ശത്രുവിനെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കോപം വരുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത്തിരി കോപം വരട്ടെ എന്ന് പറഞ്ഞ് വരുന്നതല്ല, അത് തന്നെ നിങ്ങൾ അറിയാതെ തന്നെ ഇൻവോളണ്ടറി ആയിട്ട് തന്നെ നിങ്ങളുടെ ഒരു ഡിസിഷൻ ഇല്ലാതെ തന്നെ വരുന്നതാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമുണ്ട്, അറിയാതെ ചെയ്യുന്ന പാപമുണ്ട്. വൊളീഷണൽ ആൻഡ് നോൺ വൊളീഷണൽ, വോളണ്ടറി ആൻഡ് നോൺ വോളണ്ടറി. ഇൻവോളണ്ടറി സിൻസ് എന്ന് പറയും, അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പാപം വസിക്കുന്നു. ഇതിലേത് പാപമാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത്? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണോ അറിയാതെ ചെയ്യുന്ന പാപമാണോ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണ് കൂടുതൽ കൾപ്പബിലിറ്റി നമുക്ക്, അതായത് കുറ്റം കൂടുതൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിനാണ്. പക്ഷെ അപകടം കൂടുതൽ അറിയാതെ ചെയ്യുന്ന പാപത്തിനാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം നിർത്താൻ നമുക്ക് പറ്റും. ശരിയല്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പാപത്തിന്മേൽ നമുക്കൊരു അധികാരമുണ്ട്. വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, കള്ളം പറയണ്ടെന്ന് വെച്ചാൽ കള്ളം പറയണ്ട, മോഷ്ടിക്കേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മോഷ്ടിക്കേണ്ട. തീരുമാനം എടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എവിടുന്നാ? ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന്. കാരണം നമ്മുടെ വില്ലിൽ നിന്നാണ് പാപം ചെയ്യുന്നത്. അപ്പോൾ വില്ല് തീരുമാനിച്ചാൽ മതി, ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചാൽ ചെയ്യണ്ട. അപ്പോൾ ഞാനിന്ന് ചീത്ത പറയുന്നില്ല എന്ന് വിചാരിച്ചാൽ ചീത്ത പറയണ്ട. പക്ഷെ ദേഷ്യം പറയണ്ടെന്ന് വിചാരിച്ചാലും ദേഷ്യം വരും. ചീത്ത പറയണ്ടെന്ന് വേണം വിചാരിക്കാം. അല്ലേ? അപ്പം വോളണ്ടറി സിൻസ് കൂടുതൽ കുറ്റം നമ്മുടെ മേൽ വയ്ക്കുന്നുണ്ടെങ്കിലും ഈ വോളണ്ടറി സിൻസിന് മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നിർത്താം. സമ്മതിച്ചോ? ശരിയാണ്. എന്നാൽ ഇൻവോളണ്ടറി സിൻസിന്റെ പ്രത്യേകത അത് ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ലെന്നുള്ളതാണ്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പാപം ചെയ്യുന്നത്. അതിൻ്റെ അടിമത്തമാണ് സൂചിപ്പിക്കുന്നത്. ഐ എം എ സ്ലേവ്. ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ ഞാൻ പാപത്തിൻ്റെ അടിമയല്ല. ഞാൻ അറിയാതെ ചെയ്യുമ്പോൾ അതിനർത്ഥം ഞാൻ പാപത്തിൻ്റെ അടിമയാണ്. കാരണം ഞാൻ പോലും അറിയാതെ പാപം എന്ന യജമാനൻ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ യജമാനൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇൻവോളണ്ടറി സിൻസ് എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി സിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പാപം ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല പാപം ചെയ്യാൻ. അതല്ലാതെ തന്നെ പാപം നമ്മളിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ നോട്ടത്തിലും നമ്മുടെ എല്ലായിടത്തും ആ വഞ്ചന, അൺറൈച്ചസ്നെസ് ആൻഡ് അൺക്രൈസ്റ്റ് ലൈക്നെസ് ഉണ്ട്. അപ്പോൾ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ, ആ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ നമുക്ക് കൾപ്പബിലിറ്റി, അതായത് കുറ്റം നമ്മുടെ മേൽ കുറവാണ് എങ്കിലും മറ്റു പാപങ്ങളെ അപേക്ഷിച്ച് കുറ്റം കുറവാണെങ്കിൽ പോലും അതിൻ്റെ അപകടം, അതിൻ്റെ വ്യാപ്തി നമ്മൾ എത്രമാത്രം അടിമകളാണ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത 15-ാം വാക്യത്തിൽ തുടരുകയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. പൗലോസ് പറയുന്ന അനൈച്ഛിക പാപങ്ങൾ. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. എനിക്കിഷ്ടമില്ല അങ്ങനെ ചെയ്യാൻ, പക്ഷെ അങ്ങനെ വരിക. എനിക്ക് ഈ പിള്ളേരെ ചീത്ത പറയണമെന്ന് യാതൊരു ആഗ്രഹമില്ല, പക്ഷെ എന്തെന്നറിയാൻ മേല തക്ക സമയത്ത് ഒരു കൺട്രോളും ഇല്ല. ആ കോപം എന്ന് പറയുന്നത് നമ്മൾ ഇച്ഛിച്ചിട്ട് വരുന്നതല്ല, പക്ഷെ വാക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്നതാകാം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ, അപ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. പൗലോസ് പറഞ്ഞു, ഞാനല്ല എൻ്റെ ഉത്തരവാദി. ഇച്ഛിക്കാത്ത പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആരാ എൻ്റെ ഉത്തരവാദി? അടുത്ത വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനർത്ഥം എൻ്റെ ഇച്ഛ ന്യായപ്രമാണത്തോടാണ്, അത് നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോഴല്ലേ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ന്യായപ്രമാണം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നല്ല ഇച്ഛയുള്ളത്, പക്ഷെ ചെയ്യുന്നതൊക്കെ ന്യായപ്രമാണത്തിന് വിരോധമാണ്. അപ്പം ന്യായപ്രമാണം ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നു, അത് ദൈവപ്രമാണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അതിനെതിരെയുള്ള ഒരു തത്വം വരുന്നു. അതുകൊണ്ട് ഞാൻ അനൈച്ഛികമായി പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, കാരണം എൻ്റെ വില്ല് അതിനകത്തില്ല. ഇതിനകത്തില്ല. ഈ അനൈച്ഛിക പാപങ്ങളിന്മേൽ എന്തില്ല? എൻ്റെ വിൽ ഇല്ല. ഇപ്പം വിൽ വേണ്ട പാപം ചെയ്യാൻ. നമ്മുടെ വിൽ മതിയായിരുന്നു പാപം ചെയ്യാനെങ്കിൽ രക്ഷപ്പെടാനും വിൽ മതിയായിരുന്നു. ശരിയല്ലേ? നമ്മുടെ വിൽ വെച്ചാണ് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരുന്നത്. വിൽ അങ്ങ് മാറിയാൽ മതിയായിരുന്നു, നമ്മൾ രക്ഷപ്പെട്ടേനെ. പക്ഷെ വിൽ വെച്ചല്ല പാപം ചെയ്യുന്നത്. വിൽ വെച്ച് ചെയ്യുന്ന പാപങ്ങളുടെയും കാരണം നമ്മുടെ ഉള്ളിൽ പാപം എന്ന യജമാനൻ വസിക്കുന്നതുകൊണ്ടാണ്.
അവിടെ പറയുന്ന ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പം ഞാൻ ആരാണ്? എന്നിൽ വസിക്കുന്ന പാപം എന്ന യജമാനന് അടിമയായി വിൽക്കപ്പെട്ടവനാണ് ഞാൻ. അതെന്നിൽ വസിക്കുന്നു, എന്നിൽ പാപങ്ങൾ ഉളവാക്കിക്കൊണ്ടേയിരിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ഞാൻ പണ്ട് പറയുന്നൊരു ഉദാഹരണമാണ്, പണ്ട് നടന്ന സംഭവമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്നാൽ ഞങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യയെ അടിച്ച കാര്യം. 3 അടി കർണത്തിന് ടപ്പട്ടപ്പട്ടപ്പാന്ന് കേട്ടു. പെട്ടെന്ന് ഞാൻ ഇത്തിരി ദൂരെ, ഒരു 50 മീറ്റർ ദൂരെ, ഞാൻ ആ ഹോളിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുന്ന അത്ര ദൂരെ ഞാൻ നിൽക്കാം. എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ഈ അടി എൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത്. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്കാരി അടിച്ചില്ല. അതാണ് ഇതിനകത്ത് വിക്ടറി എന്ന് പറയുന്നത്. നമ്മളെ ഒരടി കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അതിനകത്ത് രക്ഷപ്പെടാനോ ഉന്തി മാറ്റാനോ ഒക്കെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷെ പുള്ളിക്കാരി അടി അങ്ങ് മേടിച്ചു. 1 2 3. ഞാൻ അന്തം വിട്ടുപോയി. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീടിന് ചുറ്റും നടന്ന് കർത്താവിനെ സ്തോത്രം. കർത്താവേ, ഒരു കർണത്തടിച്ചപ്പോൾ മറ്റേ കർണം കാണിച്ചു കൊടുക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് നീ കൃപ കൊടുത്തുള്ളൂ. എന്ത് വലിയ കൃപ! ഞാനതാ കാണുന്നു. കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ സ്തോത്രം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ സ്തോത്രത്തിൽ എനിക്ക് യാതൊരു പ്രസാദവുമില്ല. അപ്പോൾ ഞാൻ ഓർത്ത്, എന്ത് കർത്താവ് പ്രസാദമില്ല എന്നുള്ളൊരു ശബ്ദം. കാരണം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണമെന്നല്ലേ, അതല്ലേ ചെയ്തത്. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു കർണത്തടിച്ചിട്ട് പിന്നെയും കാണിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചിട്ട് പിന്നെയും കാണിച്ചു കൊടുത്തു. നീതി പ്ലസ് നീതിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ഭാര്യ അടി കൊണ്ടതോ നീ സ്തോത്രം ചെയ്തോന്നല്ല ഇവിടുത്തെ പ്രശ്നം. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ അടിച്ച സ്ത്രീയോടുള്ള വൈരാഗ്യമാണ് പ്രശ്നം. അത് പോകുന്നില്ല. ഞാൻ മുഖം കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അകത്തൊന്നും വൈരാഗ്യം പോകുന്നില്ല. അകാരണമായി മർദ്ദിച്ചു. അത് തൂത്ത് കളയാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ച് ഫ്രണ്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുക, അപ്പം ഞാൻ എന്നെ തല്ലുന്നത് നോക്കി നിൽക്കുമായിരുന്നില്ല എന്ന്. അപ്പോൾ ആര് സ്നേഹത്തിൽ ചെയ്തതല്ല ഇതൊന്നും. നമ്മുടെ പ്രവൃത്തികൾ എത്ര മനോഹരമായാലും അതിന് പുറകിലൂടെ വരുന്ന ആ ഒരു വികാരത്തെ തടയാൻ എനിക്ക് കഴിവില്ല. അപ്പോൾ ആ മനുഷ്യനോടുള്ള പക എന്ത് കഷ്ടപ്പെട്ടു. രാത്രി മുഴുവൻ ഇരുന്ന് കഷ്ടപ്പെട്ട് കർത്താവെ ആ സ്ത്രീയോട് സ്നേഹമായിട്ട് ചിന്തിക്കാൻ. എങ്ങനെ ചിന്തിക്കാനാ? പോട്ടേന്ന് വെക്കാൻ മാത്രമേ മനുഷ്യൻ അത്ര അങ്ങേറ്റം പറ്റുന്നുള്ളൂ. പക്ഷെ കർത്താവ് ആവശ്യപ്പെട്ടു, ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നീ ആ സ്ത്രീയെ സ്നേഹിച്ചാൽ മാത്രമേ നീ എൻ്റെ മുമ്പിൽ നീതിമാനാകുന്നുള്ളൂ. ഇപ്പൊ പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകുന്നവനൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുക. എവിടെ ചെന്ന് അവസാനിക്കുന്നത്? പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിൽ പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇടറി, നമ്മൾ അപ്പം തന്നെ വീണു, നമ്മൾ തോറ്റു, ആ വഴിക്ക് പോകാൻ പോലും പറ്റില്ല. ഓക്കെ അല്ലേ? ശരിയായി, മനസ്സിലായോ? അപ്പൊ ഇൻവോളണ്ടറി സിൻസിനെ തടയാൻ എനിക്കൊരു വഴിയുമില്ല. അത് പ്രവർത്തിക്കുന്ന ഞാനല്ല. എൻ്റെ ആഗ്രഹം സ്നേഹം ഉണ്ടാകണമെന്നാ. അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ, കർത്താവേ ക്ഷമിക്കാൻ സഹായിക്കണേ. പക്ഷെ നടക്കുന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയും. അതാണ് എൻ്റെ കാരണം. കാരണം എൻ്റെ ജഡത്തിൽ വസിക്കുന്ന പാവമാണ്. അതിലൊരു നന്മയും വസിക്കുന്നില്ല. എൻ്റെ ജഡം കൊണ്ട് ഒരു നന്മയും ചെയ്യുവാൻ എനിക്ക് കഴിവില്ല. ഒരു കൽപ്പനയും അനുസരിക്കാൻ എനിക്ക് കഴിവില്ല. കൽപ്പന ആത്മീകമാണെങ്കിലും, സ്നേഹിക്കണമെന്നുള്ള കൽപ്പന ആത്മീകമാണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഞാൻ പാപത്തിന് അടിമയായി, ദാസനായി വിൽക്കപ്പെട്ട ആളാണ്. ചില ആൾക്കാർ പറയുന്നത് റോമാലേഖനം 7 എന്ന് പറയുന്ന പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് മുൻപ് എഴുതിയ ലേഖനമാണെന്നാണ്, അല്ല ഭാഗമാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പൗലോസിനെ കുറിച്ച്. വേറെ ചിലർ പറയുന്നത് രക്ഷിക്കപ്പെട്ട ശേഷമുള്ള പൗലോസിനെ കുറിച്ച്. എന്നാൽ ഇത് രണ്ടുമല്ല. ഇത് പൗലോസിനെ കുറിച്ചേ അല്ല. ഇത് എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ന്യായപ്രമാണം വെച്ച് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് നീതിമാനാകാൻ പറ്റാത്തത് എന്നുള്ളതാണ് വിശദീകരിച്ചിരിക്കുന്നത്. കാരണം ന്യായപ്രമാണം എല്ലാം പറയുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതനുസരിക്കാൻ പ്രാപ്തിയുള്ളൊരു ജഡം നമുക്കില്ലാത്തത് കൊണ്ട് ന്യായപ്രമാണത്തിന് നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാൻ കഴിയുന്നില്ല. അതാണ്. അപ്പോൾ why the law is not sufficient, or why the law failed to justify us or make us righteous. എന്തുകൊണ്ടാണ് ആന്തരികമായി നമ്മളെ നീതിമാന്മാരാക്കാൻ നിയമത്തിന് കഴിയാത്തത്? ദൈവത്തിന് പ്രസാദമുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ ന്യായപ്രമാണത്തിന് കഴിയാത്തതിൻ്റെ കാരണം ന്യായപ്രമാണത്തിൻ്റെ ബലഹീനതയല്ല, അത് ആർക്ക് ലഭിച്ചോ ആ പാപികളുടെ ബലഹീനതയാണ്.
അടുത്തത്, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥന എടുക്കുന്നത്. അതുകൊണ്ടാണ് ജനുവരി 1-ാം തീയതി തീരുമാനത്തിന്മേൽ വൈബ്രേഷനോട് തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഒരു പ്രയോജനമില്ല. അത് 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ പഴയ അതേ സാധനമായിട്ട് മാറും. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ നമ്മുടെ കാലത്ത് പണ്ടേ നല്ലവരായിരുന്നവരൊക്കെ ഇപ്പോഴും നല്ലവരായിട്ടുണ്ട്. പണ്ടേ വഴക്കാളികളായിരുന്നവർ പിന്നെ വഴക്കാളികളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചിലർ ജനിക്കുമ്പോഴേ പാവങ്ങളാണ്, അവരങ്ങനെ തന്നെ ഇരുന്ന് അങ്ങനെ തന്നെ നല്ലവരെന്ന് അഭിനയിച്ച് ജീവിതകാലം കഴിച്ച് മരിക്കും. വേറെ ചിലർ ഇത്തിരി തല്ലിപ്പൊളികളാണ്. അവർ ആ തല്ലിപ്പൊളിത്തരം ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചും ജയമെടുത്തും പിന്നെ അതേ സ്വഭാവം കാണിച്ചും അവസാനം വരെ ജീവിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ന്യായപ്രമാണം അനുസരിച്ച് പോകുന്നവരുടെ കാര്യമാണ്. ഇതിനിടെ രക്ഷിക്കപ്പെടുന്നവരൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഈ പ്രമാണം വീണ്ടും വീണ്ടും എന്നെ പാവിയൊന്ന് ഓർപ്പിക്കുന്നു, എന്നെ കൊണ്ട് കുറേ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നു. പക്ഷേ നീതിമാനാക്കി മാറ്റാൻ പറ്റുന്നില്ല. കാരണം അതിന് ആന്തരികമായി ശുദ്ധീകരിക്കാൻ പ്രമാണത്തിന് കഴിയുന്നില്ല. ഞാനൊരു അടിമയായി ഇരുന്നു കൊണ്ട് ഈ പ്രമാണത്തിലെ ആത്മീകമായ തത്വത്തെ അനുസരിക്കാനും എനിക്ക് പറ്റുന്നില്ല. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, അതുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? നന്നാവണമെന്ന് ആഗ്രഹമില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കി. ആഗ്രഹമുള്ളവരെ ഞാൻ ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അതാ ഈ പൗലോസ് ഇത് പറയുന്നത്. പൗലോസിന്റെ എക്സ്പീരിയൻസ് എന്തിനെ കുറിച്ചുള്ളതാണ്? പൗലോസിന്റെ ന്യായപ്രമാണ സംബന്ധമായ എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. പൗലോസ് ന്യായപ്രമാണത്തിന്റെ നീതി വെച്ച് അനിന്ദ്യനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിലെ നീതി വെച്ച്. അപ്പോൾ അങ്ങനെയുള്ള പൗലോസാണ് പറയുന്നത്, ഈ പ്രമാണം എന്നെ നന്നാക്കിയില്ല, ഈ പ്രമാണം എനിക്ക് ഒരു പ്രയോജനവും ചെയ്തില്ല. അടുത്ത വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ എന്നിൽ നിന്ന് വരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അല്ലല്ല, ഞാൻ എന്തുമാത്രം സൽപ്രവൃത്തി ചെയ്തു എന്നാണ്. പക്ഷെ അത് ക്രിസ്തുവിനെ നമ്മൾ കാണാത്തതുകൊണ്ടാണ് നമുക്കങ്ങനെ. നിങ്ങൾ ആരെങ്കിലും സ്വയം നീതിമാനെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം നിങ്ങൾ അയൽവക്കക്കാരെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടാണ്. നിങ്ങൾ ഒരു നിമിഷം കർത്താവിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ മനസ്സിലാവും എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യെശയ്യാവ് അങ്ങനെയായിരുന്നു. യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ ഭയങ്കര തകർപ്പൻ യെശയ്യാവായിരുന്നു, ഭയങ്കര പ്രവാചകൻ. ഇന്നും അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ട്, ഭയങ്കര തീവ്രവാദി പ്രവാചകന്മാർ. അവർ നമ്മളെങ്ങനെ സ്റ്റേജിലിട്ട് വിമർശിച്ച് പൊട്ടിച്ച് നീ ഒന്നും സ്വർഗത്തിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അല്ലേ, കേട്ടില്ലേ? യെശയ്യാവ് അങ്ങനെയായിരുന്നു. യെശയ്യാവ് അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൂതന്മാർ പോലും വിറയ്ക്കുന്ന, ദൂതന്മാർക്ക് പോലും സ്തോത്രം ചെയ്യാൻ പറ്റാത്ത, ദൂതന്മാർ പോലും മുഖത്ത് നോക്കാൻ പറ്റാത്ത, ദൂതന്മാർക്ക് പോലും മിണ്ടാൻ പറ്റാത്ത, അവരങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ചുകൊണ്ടിരിക്കുക. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിക്കുന്നത്. അവർക്ക് അത്രയും പോലും പറ്റുന്നില്ല. ഈ കാഴ്ചയിലേക്കാണ് യെശയ്യാവിനെ ദൈവം കൊണ്ടിരുന്നത്. ആ കാഴ്ച കണ്ട നിമിഷം യെശയ്യാവ് തകർന്നു പോയി. കാരണം അപ്പോഴാണ് മനസ്സിലായത്, എൻ്റെ മുമ്പിലിരിക്കുന്നവരുടെ കയ്യിലല്ല പ്രോബ്ലം, ഞാനും ഒരു പ്രോബ്ലമാണ്. ഇത് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിയോ, നിങ്ങളെല്ലാം പ്രശ്നക്കാരും, നിങ്ങളെല്ലാം പ്രയാസത്തിലിരിക്കുന്നത്, നിങ്ങളെല്ലാം തല്ലിപ്പൊളികളുമാണ്, അതിൻ്റെ സൊല്യൂഷൻ ദാ വരുന്നു, ഇതാ ഞാൻ തരുന്നു, പിടിച്ചോ. കർത്താവിൻ്റെ അടുത്തോട്ട് എല്ലാം മനസ്സിലാകുന്ന അവനും കണക്കാ, ഞാനും കണക്കാ, എല്ലാം കണക്കാ. ദൈവത്തിന് മുമ്പിൽ ദൂതന്മാർക്ക് പോലും നിൽക്കാൻ പറ്റുന്നില്ല, ദൂതന്മാർക്ക് പോലും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. അത്ര ഭയങ്കര പരിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് യെശയ്യാവിൻ്റെ, നമ്മൾ പറയില്ലേ കിളി പോയി എന്നൊക്കെ പറയുന്നല്ലേ, ഗ്യാസ് പോയി അങ്ങനെ പറയുന്നത്, ആ ഒരു തൻ്റെ ഇടമൊക്കെ അങ്ങ് ഹൂന്നങ്ങ് പോയി. അവൻ വിറച്ചു. അവൻ എന്താ പറയുന്നറിയോ, ഞാൻ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അല്ല, എൻ്റെ കയ്യിൽ ഒരു പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻ ഇല്ല, ഞാനും എന്താ അധർമ്മം നിറഞ്ഞ പാപം നാവുള്ള ഒരു സാധാരണ മനുഷ്യൻ. അവരും അങ്ങനെ തന്നെ, ഞങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ കർത്താവ് എന്നിട്ട് ഒരു ദൂതൻ വന്നിട്ട് ഇവൻ്റെ നാവിനെ ശുദ്ധീകരിക്കുക. എന്തിനാണെന്നറിയാം നാവിനെ ശുദ്ധീകരിക്കുന്നത്? അതിനുശേഷമാണ് യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു തുടങ്ങുന്നത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനെ ഒരുക്കുകയായിരുന്നു ഈ തകർച്ച, ബ്രോക്കൺനെസ്. ഞാൻ ഒന്നുമല്ല കർത്താവേ എന്നുള്ളൊരു നിലവിളി. എനിക്ക് വൈദ്യനെ വേണം, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവരുടെ ഇടയിൽ തന്നെയാണ് എൻ്റെ വാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഞാനും ഒക്കെ കണക്കാണ്.
ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല കർത്താവ് എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്കായി പോകും എന്ന് പറഞ്ഞിട്ട് അവിശ്വസനീയമായൊരു ദൂത് യെശയ്യാവിന് കൊടുക്കുന്നത്. 7-ാം അധ്യായത്തിലാണ് യെശയ്യാവ് പറയുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. സൊല്യൂഷൻ യെശയ്യാവിൻ്റെ കയ്യിലില്ല, സ്റ്റേജ് അടിച്ചു പൊട്ടിക്കുന്നവരുടെ കയ്യിലില്ല. അവരൊന്നും ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങളെക്കാൾ വിശുദ്ധരായി അഭിനയിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ ഒന്ന് അകപ്പെടുന്ന എല്ലാവർക്കും നല്ലതാണ്. ഞാൻ 94 പെട്ടതാണ് ദൈവത്തിന് മുമ്പിൽ. അതിനുശേഷം നിവർന്നു നിൽക്കാൻ ഇന്ന് വരെ പറ്റിയിട്ടില്ല. കാരണം ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ റൈച്ചസ്നെസ്സിന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാത്ത തകർന്ന് തരിപ്പണമായിട്ടാണ് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ പറ്റൂ. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ദാസ്യത്തിൻ്റെ ശുശ്രൂഷയാണ്, അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല. അധികാരം ആത്മാവിൻ്റെ അധികാരമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു അധികാരവും വരുന്നില്ല. The whole authority belongs to the Lord and all glory belongs to the Lord. ഇപ്പം നിങ്ങളെക്കാൾ ഒട്ടും ബെറ്റർ അല്ല ഈ നിൽക്കുന്ന ഞാനും. എന്നേക്കാൾ വിശുദ്ധരായ, എന്നേക്കാൾ ഭക്തരായ ആൾക്കാരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. പക്ഷേ എൻ്റെ കൃപാവരമാണ് വചനം പഠിപ്പിക്കാൻ ദൈവം തന്നിരിക്കുന്ന ഉപദേഷ്ടാവിൻ്റെ വരം. അത് വെച്ചാണ് ഞാനിവിടെ കയറി നിൽക്കുന്നത്. നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അത് മാത്രമാണ്. ആരാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തടുത്തടുത്ത് എന്നിട്ടുള്ളതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ അനുസരിക്കുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം തന്നെ കട്ട്. എനിക്ക് നീ അനുസരിച്ചൊന്നും കേൾക്കണ്ട, എനിക്ക് കർത്താവിനെ കുറിച്ച് കേട്ടാൽ മതി. ഞാൻ അനുസരിച്ച് പ്രസംഗിച്ചാൽ മതിയോ നിങ്ങൾക്ക്? മതിയോ? എന്നാൽ തുടങ്ങാം. ഞാൻ അനുസരിച്ച കാര്യങ്ങൾ തുടങ്ങാം. അതെൻ്റെ സ്വയനീതിയും എന്നെ ഉയർത്തുന്നതും എന്നിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നതും ഞാൻ നിങ്ങളുടെ മുമ്പിൽ മെശിഹായായിട്ട് അഭിനയിക്കുന്നതുമായിരിക്കും. അപ്പോൾ പൗലോസ് സമ്മതിക്കുകയാണ്. പൗലോസ് സമ്മതിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഒരു നന്മയും ഇല്ല, ഇച്ഛിക്കുന്ന നന്മയല്ല എൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ന്യായപ്രമാണം എൻ്റെ തന്നാലും, ദൈവം എത്രമാത്രം എന്നെ എന്താ പറയുന്നത് ഈ പ്രമാണത്താൽ നിർബന്ധിച്ചാലും എൻ്റെ ശരീരം നന്നാകാത്തതുകൊണ്ട്, എൻ്റെ ജഡം നന്നാകാത്തത് കൊണ്ട് എനിക്കൊരു സൽപ്രവൃത്തിയും ചെയ്യുവാൻ കഴിവില്ല. അതിനെ നന്നാക്കാനും എനിക്ക് കഴിവില്ല. ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആ ബോധ്യമാണ് നമ്മളെ തകർക്കപ്പെട്ടവരാക്കി മാറ്റുന്നത്. ബ്രോക്കൺ ബിഫോർ ഗോഡ്, ബ്രോക്കൺ സാക്രിഫൈസ്. നമുക്ക് പഴയ നിയമം ആദ്യം മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ നമുക്ക് ഈ 2 വഴികൾ നമുക്ക് കാണാം. കായിൻ്റെ ഹാബേലിൻ്റെ യാഗം. കായിനും ഹാബേലും യാഗം കഴിച്ചു. ഒരാൾ ഫലമൂലാദികൾ അല്ലേ, എന്താ കായ്കനികളിൽ നിന്നൊക്കെ യാഗം കഴിച്ചു. ആരത്? കായിൻ. ഹാബേൽ എന്താ ചെയ്തത്? ഹാബേൽ ഒരു ആടിനെ അർപ്പിച്ചു. ഇതിൽ ഒരാളുടെ യാഗത്തിൽ കർത്താവ് പ്രസാദിച്ചു, മറ്റേയാളുടെ യാഗത്തിൽ പ്രസാദിച്ചില്ല. എൻ്റെ കാരണം എന്തായിരിക്കും? ഞാൻ ആദ്യമൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് രക്തം, ആടിനെ അർപ്പിച്ചതിൻ്റെ രക്തം കണ്ടപ്പോഴാണ് കർത്താവിന് സമാധാനമായത്. മറ്റേത് വെറും പാവയ്ക്കയും വഴുതനങ്ങയൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് ദൈവത്തിൻ്റെ പ്രസാദമില്ലായിരുന്നു. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇത് മാംസം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മണം കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ സുഗന്ധം മുകളിലോട്ട് എന്ന് കഴിഞ്ഞപ്പം കർത്താവിന് പാപമൊക്കെ മറന്നുപോയി. ശരിക്കും അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചത്? എബ്രായ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊന്നും അല്ല കഥ. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാബേൽ വിശ്വാസത്താൽ കായിൻ്റെതിനേക്കാളും ശ്രേഷ്ഠമായൊരു യാഗം കഴിച്ചു. അപ്പം കായിൻ്റെ യാഗത്തെയും ഹാബേലിൻ്റെ യാഗത്തെയും വേർതിരിച്ചത് എന്തോ? വിശ്വാസമാണ്. എങ്ങനെ വിശ്വാസത്താൽ യാഗം അർപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങളൊരു കൺവെൻഷന് പോയിരിക്കുന്നു. കൺവെൻഷന് വലിയ ക്രൂസൈഡുകളുണ്ടല്ലോ, പൈസ പിരിക്കാൻ വേണ്ടി നടത്തുന്ന ക്രൂസൈഡുകൾ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇതെല്ലാം പൈസ പിരിക്കാനുള്ള ക്രൂസൈഡുകളാണ്. നിങ്ങളുടെ പൈസയാണ് അവിടെ വേണ്ടത്. അവരത് കാൽക്കുലേറ്റ് ചെയ്യും, എത്ര പേര് വരും, അതനുസരിച്ചാണ്. ഒന്നുമല്ല, അവിടെ വരുന്ന ആ മ്യൂസീഷ്യന് കൊടുക്കേണ്ട പൈസ എന്താണെന്ന് വല്ല വീഡിയോ ഉണ്ടോ? ഈ പ്രസംഗർക്ക് കൊടുക്കേണ്ടി വരുന്ന പൈസ എന്താ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ കിഡ്നി അടിച്ചു പോകും. അതുപോലത്തെ ചാർജ് അവർക്ക് 1 മണിക്കൂർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അവർ കൊടുക്കുന്നത്. അതിലും ചെറിയ എമൗണ്ടിന് ശശി തരൂർ ഒന്ന് പ്രസംഗിക്കും. ഭയങ്കര ചെലവാ. ഇതൊക്കെ എവിടെ നിന്നാണ് നടത്തുന്നത്? ഓർഗനൈസേഴ്സ് എങ്ങനെ ഇത് ലാഭമാക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് തന്നെയാണ് ലാഭമാക്കുന്നത്. പണ്ട് ഇവിടെ ഒരു സാക്പന്നൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട് ബാംഗ്ലൂരിൽ. പുള്ളിയുടെ ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല, നമുക്ക് നമ്മുടേതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും പുള്ളി പറഞ്ഞൊരു കഥ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്കൊന്ന് പഴയ വീഞ്ഞും പുതിയ ഒരു
തിരുത്തിയിൽ അങ്ങനെയുണ്ടൊരു ബുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ, വളരെ നാളുകൾക്ക് മുമ്പ് വായിച്ച് എനിക്ക് അത്ര ഓർമ്മയില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂസൈഡ് ഇന്നത്തെ കാലത്ത് നടന്നിരുന്നത് എങ്ങനെ ഇരിക്കുമായിരുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരെല്ലാം കൂടെ ഒരു ക്രൂസൈഡ് ഓർഗനൈസ് ചെയ്യുന്നു ഒരു ദേശത്ത്, ബാംഗ്ലൂരിൽ. ക്രൂസൈഡ് ഓർഗനൈസ് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് കർത്താവിൻ്റെ പല പോസുകളിലുള്ള ഫോട്ടോഗ്രാഫ് ഇവിടെ എല്ലാം വരുന്നു. ക്രൂസൈഡിൻ്റെ സമയമാകുമ്പോഴേക്കും ക്രൂസൈഡിൻ്റെ സ്റ്റേജിൽ ഹന്നാസ്, കയ്യപ്പാസ്, പീലാത്തോസ് ഇങ്ങനെയുള്ളവരെല്ലാം വിളിച്ചിട്ടുണ്ട്. കാരണം ഈ രാഷ്ട്ര പ്രമുഖന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സുഖമുള്ളൂ. എല്ലാവരും വന്നിരിക്കുമ്പം ആദ്യം പത്രോസ് പ്രധാന ശിഷ്യൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ മീറ്റിങ്ങിന് വന്ന് സംബന്ധിക്കാൻ സൗമനസ്യം കാണിച്ച പീലാത്തോസിനെ ഈ മീറ്റിങ്ങിലേക്ക് എൻ്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പീലാത്തോസ് എഴുന്നിട്ട് ഉടനെ അടുത്ത് ഹന്നാസും കയ്യപ്പാസും നമ്മുടെ മഹാപുരോഹിതന്മാരാണ്, അവരെയും സ്വാഗതം ചെയ്യുന്നു. അവരെല്ലാം ഓരോരോ മിനിറ്റ് സംസാരിക്കും. പീലാത്തോസ് എഴുന്നിട്ട് പറയും, ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു ഗുരു ഉള്ളത് നല്ലതാണ്, നിങ്ങളെല്ലാവരും അയാൾ പറയുന്നത് കേൾക്കണം. ഹന്നാസും കയ്യപ്പാസും പറയും, ദൈവം അയച്ചതാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നൊക്കെ പറയും. അത് കഴിയുമ്പം യൂദാ പറയും, പുള്ളി പറഞ്ഞേക്കുന്നുണ്ടോ, എൻ്റെ വാക്കുകളല്ലേ. യൂദാ പറയും, ഈ യോഗം നടത്താൻ ഭയങ്കര എക്സ്പെൻസസ് ആണ്. ഈ പാട്ട് കഴിയുമ്പോൾ ഒരു ഒരു സഞ്ചി നിങ്ങളുടെ അടുത്തോടെ വരും, ഓഫർട്ടറി ബോക്സ് നിങ്ങളുടെ അടുത്തോടെ വരും. നിങ്ങൾ ഏറ്റവും നല്ല നോട്ട് എടുത്ത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നോട്ട് എടുത്ത് പിടിച്ചേ ആ നോട്ട് അതിനകത്ത് ഇടണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കായിൻ്റെ യാഗം. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല മത്തങ്ങ, എനിക്ക് നല്ല ഏറ്റവും നല്ല പടവലങ്ങ നിനക്ക് തന്നിരിക്കുന്നു കർത്താവേ. നോക്ക് എൻ്റെ ആ അധ്വാനം, നോക്ക് എൻ്റെ നോട്ട്, 2000 പടപട മിന്നുന്ന നോട്ട് ഇട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതാണ് കായ്. അത് ഞാൻ പറഞ്ഞോട്ടോ. അത് കഴിഞ്ഞ് യേശുക്രിസ്തു ഒരു 1/2-3 മണിക്കൂർ പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കുന്നറിയോ? കഴിഞ്ഞ ദിവസം കഫർനഹൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരുത്തൻ ചാടി എഴുന്നേറ്റു, അതല്ലേ കഥകൾ. അടുത്ത ദിവസം ഗലീലയിൽ വന്നപ്പോൾ ഇങ്ങനത്തെ കഥകൾ. അപ്പോൾ ആൾക്കാരുള്ളിലൊരു ഓളമായി, എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു, എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു. അവസാനം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുള്ളി പറയാണ്, എന്നിട്ട് പുറകിലത്തെ വാതിലിലൂടെ, ഇവിടെ വാതിലുണ്ടാവില്ല, പുറകിലത്തെ വാതിലിലൂടെ, അവിടെ ഉണ്ട്, പുറകിലത്തെ വാതിലിലൂടെ ഇറങ്ങി ഹന്നാസിൻ്റെയും പീലാത്തോസിൻ്റെയും കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടി കർത്താവ് അങ്ങ് പോകുന്നു. എന്നിട്ട് പുള്ളി ചോദിച്ചേക്കാണ്, ഇതൊക്കെ വായിച്ചിട്ട് ഇതിനെന്തോ കുഴപ്പമുണ്ട്, ഇത് കർത്താവല്ല എന്ന് തോന്നുന്നില്ലേ? അതെ, ഇത് കർത്താവല്ല, ഇത് ലോകമാണ്, ഇതാണ് ലോകം. ഇതൊരു ഭയങ്കര എക്സ്പെൻസീവ് ബിസിനസ്സാണ്. നിങ്ങളെല്ലാവരും ചെന്ന് അതിനകത്ത് നിങ്ങളുടെ വലിയ നോട്ടിട്ടാലേ ആ സംഘാടകർക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കർത്താവിന് നിങ്ങളുടെ 5 പൈസ പോലും വേണ്ട. സന്തോഷമായ? ഓക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ വരുന്ന പരിപാടികൾ കൊണ്ടൊന്നും ഇപ്പോൾ അയാൾ കലയെ കൈവച്ചാൽ, ആ അഭിഷിക്തം തലയെ കൈവച്ചാൽ ഇതോടെ ഞാൻ നേരെ ആവുന്നു നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എല്ലാവരുടെയൊക്കെ തലയിൽ കീഴിൽ പോയി, കൈയുടെ കീഴിൽ പോയി തലയെ കൈവച്ചിട്ട് അവസാനം ഇല്ലാത്തതൊക്കെ ഉണ്ടായിക്കൊണ്ട് വരരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്തത്, നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പൊ എൻ്റെ പക്കൽ തന്നെ എന്തുണ്ട്? തിന്മ എന്നൊരു പ്രമാണമുണ്ട്. അടുത്തത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അകത്ത് ഇത് കേൾക്കുമ്പോൾ നല്ല ഇഷ്ടമായി. പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമല്ലേ? ആർക്കറിയാം? അറ്റ്ലീസ്റ്റ് പ്രസംഗം ഇഷ്ടമായതുകൊണ്ടാണല്ലോ, എൻ്റെ അല്ല, പൊതുവെ ഇത്രയോ യൂട്യൂബ് പ്രസംഗങ്ങളും ഹാർവസ്റ്റ് TV പ്രസംഗങ്ങളും പവർ വിഷൻ പ്രസംഗങ്ങളും പിന്നെ അസംഖ്യം സ്റ്റേജ് പ്രസംഗങ്ങളും എല്ലാം ഈ ആൾക്കാർ കേൾക്കുന്ന മുഴുവൻ ഇരുന്ന് ഈ വചനത്തിന്റെ മർമ്മം അങ്ങ് വെളിപ്പെട്ട് വരുമ്പോഴേക്കും നമുക്ക് എന്തൊരു സന്തോഷമെന്നറിയാം. പക്ഷെ പ്രയോജനമൊന്നുമില്ല. ഒറ്റ ഉറക്കം, അതെല്ലാം പോകും. എന്നിട്ട് അടുത്ത് പിന്നെ വന്ന് ചോദിക്കും, പുതിയ തോട്ട് വല്ലതും ഉണ്ടോ ബ്രദറെ? എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, പുതിയ തോട്ട് വല്ലതും ഉണ്ടോ. ഈ പെന്തക്കോസുകാർ തന്നെ 2 തരമാണ്. ആദ്യത്തെ തരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിടുതൽ, ഇതാ വിടുതൽ പറന്നു വരുന്നു. അതാണ് ഒരിക്കലും നടക്കാത്ത വിടുതൽ. ആ ഇന്നിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഈ അന്ധകാര ശക്തി നീ പോകട്ടെ, അതേ ആള് പിറ്റേ ദിവസവും ഇന്നെന്ന് പറഞ്ഞാ പറയുന്നത്. അപ്പോഴൊന്നും ഇത് പോകുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. ഒരിക്കൽ പോയാൽ പിന്നെ ശാസിക്കണ്ടല്ലോ. ഇനി 6 മാസം കഴിഞ്ഞ അവിടെ വേറൊരു ഉപവാസപ്രാർത്ഥനയിൽ ഇത് തന്നെ പറയും. എത്ര നാൾ കഴിഞ്ഞാൽ ഇത് തന്നെ പറയാം. ഇത് എന്താ തെളിയിക്കുന്നത്? ആവർത്തിച്ച് പറയുന്ന യാഗങ്ങൾ പോലെ
ഈ ആവർത്തിച്ചുള്ള ശാസനകൾ കൊണ്ട് ഇത് എങ്ങോട്ടും പോകും നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ വേണ്ട. ഇത് മതം നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ്. നടക്കുകയില്ല. കാരണം കർത്താവിൻ്റെ കാലം വരെ ഇവിടെ കുറേ എണ്ണം കാണും. ഏതാ? കർത്താവ് വരുന്നവരെ ഈ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതവിടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിനൊന്നും നിങ്ങളുടെ മേൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ. കാരണം ഒരു തലമുടി നാര് താഴെ വീണെങ്കിൽ പോലും പിതാവിൻ്റെ പെർമിഷൻ വേണം. അല്ലാതെ ഈ പിതാവ് നോക്കാതിരിക്കുമ്പോൾ, അല്ലെ നിങ്ങളിങ്ങനെ കൈ അടിച്ചുകൊണ്ടിരിക്കാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്തെല്ലാം പിശാചൊന്നും നിങ്ങൾ തോണ്ടുമൊന്നുമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഓരോ തലമുടി നാരും എത്രയുണ്ടെന്ന് എനിക്കറിയാം, അതിലൊന്ന് നിലത്ത് വീഴുന്നത് നിങ്ങളുടെ പിതാവ് അറിയുന്നതാണ്. ഒരു തലമുടി നാര് നിലത്ത് വീഴുന്ന പിതാവ് അറിയുന്നു. അത് മാത്രമല്ല, പത്രോസിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ തീരുമാനിക്കുമ്പം കർത്താവിൻ്റെ ഇന്ന് പെർമിഷൻ ചോദിക്കുമോ, എനിക്ക് അവനെ ഒന്ന് ഗോതമ്പ് പോലെ ഒന്ന് പാറ്റണം എന്നുണ്ട്, അവനാണ് ഈ വലിയ പാറക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അവൻ നോക്കാം, നമ്മുടെ കപ്പാസിറ്റി അവൻ്റെ കാണിച്ചു തരാം. അപ്പോൾ കർത്താവ് പറയുക, നീ എങ്ങനെ പാറ്റിയാലും കുഴപ്പമില്ല, വിശ്വാസത്തെ തൊട്ടേക്കല്ലോ, പിന്നെ എന്നാ പാറ്റാനാ? അപ്പോൾ നമ്മളെ ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ പോലും, നമ്മളൊന്ന് ഒരു പ്രയാസയുടെ കടത്തി വിടണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ സാങ്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ഈ പ്രൊട്ടക്ഷനിൽ വിശ്വസിക്കാതെ ദൈവത്തെക്കാൾ വലിയ പിശാചിനെ വിശ്വസിക്കുന്നവരാണ് ദൈവം വിചാരിച്ചിട്ട് നടക്കുന്നില്ല. പിന്നെ ഇവരാണ് ഈ ശാപം മുറിച്ച് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. ഇതെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ പലതരം വ്യാപാരങ്ങളാണ്. ആ സഭയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ എതിർ ക്രിസ്തുവിൻ്റെ വ്യാപാരങ്ങളുള്ളത്. നിങ്ങൾ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും ചെവിയുള്ളവരും കേൾക്കട്ടെ. ക്രിസ്തുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഞാൻ നിനക്ക് കാര്യം സാധിച്ചു തരാമെന്ന് പറയുന്ന ഇടനിലക്കാരെ സൂക്ഷിച്ചു കൊള്ളുക. പണ്ട് ഞാൻ ആദ്യമായിട്ട് ബൈക്കിന് ലൈസൻസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും നമുക്കറിയാം, ബൈക്കിന് ലൈസൻസ് എടുക്കുന്ന ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ വഴിയോ കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴിയൊക്കെയാണ്. ഡയറക്റ്റ് പോയാൽ അവന്മാരിട്ട് തട്ടുമെന്ന് നമ്മുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ആന്ധ്രയിലായിരിക്കുമ്പോൾ ഞാൻ ആദ്യം ലൈസൻസ് എടുക്കുന്നത്. ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് ലൈസൻസ് എടുത്തപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ല, ലൈസൻസ് എടുക്കണത് തന്നെ 2000-3000 രൂപ വേണം. അപ്പോഴെല്ലാം ഞാൻ ചോദിച്ചു, എത്ര രൂപ കൊടുത്തു? 150 രൂപ. 150 രൂപയ്ക്ക് ലൈസൻസ് കിട്ടിയോ? പക്ഷെ എങ്ങനെ? ഞാൻ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്താൽ കിട്ടുമോ? കിട്ടി. എന്നാൽ പിന്നെ അതിൻ്റെ ഫോം എനിക്ക് കൂടെ ഞാനും പോയി അപ്ലൈ ചെയ്ത് എനിക്ക് 150 രൂപയ്ക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ ഇത്ര നേരം ഏജന്റിന് കൊടുത്തോണ്ടിരുന്നു ഇടനിലക്കാരൻ പാസ്റ്ററിന് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരാവശ്യമില്ല, ഡയറക്റ്റ് കർത്താവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുക. അതിനർത്ഥം പാസ്റ്റർമാർക്ക് കൊടുക്കേണ്ടതെന്നല്ല കേട്ടോ, അവർക്ക് ജീവിക്കാനുള്ളത് നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായിട്ട് കരുതുന്നവരെ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അത് നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണെങ്കിൽ നടപ്പില്ല എന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള വഞ്ചനകളെല്ലാം അവസാനം വരും. ഒന്ന് തല പിടിച്ചൊന്ന് കുലിക്കാൻ രക്ഷപ്പെടും, അങ്ങനെ ഒന്നും രക്ഷപ്പെടില്ലെന്ന് പലത് പറയുന്നു. നിങ്ങൾ ഉപവാസം എടുത്താൽ പ്രാർത്ഥിച്ചാൽ ഒന്നും ജഡത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങളുടെ ചർച്ചിലൊരു അങ്കിള് പറഞ്ഞു, ഈ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് പാപത്തെ ജയിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ജിമ്മിലൊക്കെ പോയി അഭ്യാസം എടുത്ത് മിടുക്കനായി വന്നൊരു ജഡ വന്നു. തകർക്കപ്പെടുന്ന ജഡമല്ലത്, മിടുക്കനായ ജഡം. ഉപവാസം എടുത്ത അവനൊക്കെ തകരുമോ? തകരില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം നിങ്ങൾ വിചാരിക്കുക ഉപവാസത്തിനെതിരാ പറയുന്നത്. അല്ല, ഇത് മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ ഇതുകൊണ്ടൊന്നും അല്ല കാര്യം നടക്കുന്നത്. കാര്യം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ടേ വരുന്നത്. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ തിന്മയുണ്ട്. ഉപവാസം എടുത്താൽ പോവോ? പോവില്ല. ജഡം അങ്ങനെ പോവില്ല. പഴയൊരു പാട്ടുണ്ട്, ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്. പാടുന്ന പാട്ടല്ല, പറയുന്ന പാട്ടാണ്. കാരണം എനിക്ക് പാടാൻ അറിയത്തില്ല. എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച സാർമാരോട് പറഞ്ഞു, നീ എത്ര വേണമെങ്കിലും പ്രസംഗിച്ച ഒരു കുഴപ്പമില്ല, പക്ഷെ ദയവായിട്ട് പാടിയേക്കരുത്. ഞാൻ ഇപ്പോഴും പുലർത്തുന്നുണ്ട്. നിങ്ങൾക്ക് സാറിനെ അറിയാം, KJ സാർ എന്നാണ് എൻ്റെ പേര്, എനിക്കറിയാം ആളെ. പുള്ളി എന്നോട് പറഞ്ഞു, ചുമ്മാ പറഞ്ഞാണെന്ന് അറിയാൻ മേല. ഞാൻ എന്തായാലും അത് മാക്സിമം അനുസരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ആ പാട്ടറിയാം നിങ്ങൾക്ക്? തുറന്ന നിൻ ചങ്കിലെ രക്തം നീരൻ പാപം പോക്കി എന്നെ ശുദ്ധിയാക്കട്ടെ. അതാണ് ഫസ്റ്റ് ലൈൻ. സെക്കൻഡ് ലൈൻ എന്നറിയാം, കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ. വൈരാഗ്യമേറിയാലും, അതായത് ലോകത്തെ മുഴുവൻ ഞാൻ വെറുത്താലും, കണ്ണുനീർ ചൊരിഞ്ഞാലും, അത് ഇംഗ്ലീഷിൽ പറയുമ്പം കുഡ് മൈ സീൽ നോ റെസ്പൈറ്റ് നോ
എൻ്റെ ആ അത്യുത്സാഹത്തിനൊരു അളവില്ലാതെ അറുതിയില്ലാതായാലും, could my tears forever flow, എൻ്റെ കണ്ണുനീർ അണമുറിയാതെ അതെ പ്രവഹിച്ചാലും, nothing could for sins atone, കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ, വൈരാഗ്യമേറിയാലും കണ്ണുനീർ ചൊരിഞ്ഞിലും വന്നിടാ പാപനാശം. എന്ത് അഭ്യാസം കാണിച്ചാലും പാപത്തെ പുറത്താക്കാൻ പറ്റത്തില്ല. സോ ക്ലോസ്ലി ബൗണ്ട് ടു അസ്. നമ്മളെ ഒട്ടിപ്പിടിച്ച് നമ്മുടെ പ്രകൃതത്തിന്റെ തന്നെ ഭാഗമായിട്ടിരിക്കും. ഞാൻ ഇന്ന് ഉപവാസം എടുക്കാൻ പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ഫ്ലഷ് അതിനകത്ത് അതാ തീരുമാനം എടുത്തേക്കുന്നത്, ഇന്ന് ഞാൻ ഉപവാസം എടുക്കാൻ പോകും, ഇതോടെ ജയിക്കും. ദീസ് ആർ ഓൾ ഫാൾസ് കോൺഫിഡൻസസ്. ഒരു മാനുഷികമായ അധ്വാനങ്ങൾ കൊണ്ടും ജഡത്തെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ തീരുമാനങ്ങളിൽ പോലും ഈ ജഡമുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഓക്കെ. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻ്റെ അവയവങ്ങളിൽ എൻ്റെ ബുദ്ധിയോട് പോരാടുന്ന ഒരു പ്രമാണമുണ്ട്. ഇപ്പം ഞാൻ നന്നാകണം തീരുമാനിക്കുമ്പം അതിനെതിരെ പോരാടുന്ന ഒരു പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട്. ഈ അവയവങ്ങളിലുണ്ടെന്നുള്ളത് ഒരു വലിയ റെവലേഷനാണ്. കാരണം നമ്മുടെ പാപം വരുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നല്ല, നമ്മുടെ പാപം വരുന്നത് നമ്മുടെ അവയവങ്ങളിൽ നിന്നാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇപ്പം ഇൻവോളണ്ടറി സിൻസ് എല്ലാം വരുന്നത് എവിടെ നിന്നാണ്? വോളണ്ടറി സിൻസ് ചിലപ്പോൾ തോട്ട് പ്രോസസ്സ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇൻവോളണ്ടറി സിൻസിന്റെ ഉറവിടം നമ്മുടെ തോട്ട് പ്രോസസ് അല്ല. ആ തോട്ട് പ്രോസസ്സ് തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ അവയവങ്ങളിൽ നിന്നാണ്. ബയോളജി പഠിച്ചിട്ടുള്ളവർ, ഡോക്ടേഴ്സ്, ശരിയാണ്. ദേഷ്യം വരുന്നത് ഹോർമോൺസ് കാരണമാണ്, കെമിക്കൽ ഫ്ലോ കാരണമാണ്. ആണോ അല്ലയോ? നമ്മുടെ ശരീരത്തിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് കാരണമാണ് ദേഷ്യം, കോപം, വാത്സല്യം, സ്നേഹം, ഈ വക സകല ഗുരുമാലുകളും ഉണ്ടാകുന്നത്. ഈ അഡ്രിനാലിൻ അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആർക്കിട്ടും പൊട്ടിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ നമ്മുടെ കൈ കിട്ടുന്ന സാധനം തല്ലി പൊട്ടിക്കും. ചെയ്തേ പറ്റൂ. കാരണം ഈ ഹോർമോൺ എന്തോരം ഉണ്ടെന്ന്, എവിടെ ഒഴുകുന്നു, എവിടെ വെച്ച് പ്രസ് ചെയ്താൽ നിൽക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഈ മനഃശാസ്ത്രജ്ഞന്മാർ തിന്നു കഴിഞ്ഞാൽ പറയും, നിങ്ങളൊരു ചാക്കിനകത്ത് മണൽ കെട്ടി വെച്ചിട്ട് അമ്മായിയമ്മയുടെ പേര് എഴുതി വെച്ചിട്ട് ഇടിക്കാൻ പറയും. എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ആ പാപം മുഴുവൻ, ആ വിഷമം മുഴുവൻ തീർക്കണം. അങ്ങനെ അഡ്രിനാലിൻ തീരുള്ളൂ. തല്ലി പൊട്ടിച്ചാലേ പോകുള്ളൂ. ഉപവാസം എടുത്താലും പോലും, ഉപവാസം എടുത്തുമ്പോൾ കൂടി വരും. ഉപവാസം പ്രാർത്ഥന എടുക്കാൻ നടക്കുന്നതില്ലേ അവനൊക്കെ ഞാൻ കണ്ടോ വിശുദ്ധനാകാൻ വേണ്ടി ഇത് ഉപവാസം എടുത്തിട്ടിരിക്കുന്നു. അവസാനം ഇറങ്ങി വരുമ്പോൾ അതിനേക്കാൾ തടിച്ച ഒരു ജഡവുമായിട്ടാണ് നമ്മൾ വരുന്നത്. ജഡത്തിന്റെ അടിമയായി ഞാൻ കുറച്ചുകൂടെ ശക്തനായൊരു പാപജഡം, ഉപവാസം എടുത്ത് മിടുക്കനായ ഒരു പാപജഡവുമായിട്ട് വെളി വരും. ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളെല്ലാവരും എൻജോയ്മെന്റ്, ലൈഫ് എൻജോയബിൾ ആകുന്ന അതുകൊണ്ടാണെന്ന് പറയുന്നത്. ഇത് പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത് അധികം നേരം നമ്മുടെ ഹോൾഡ് ചെയ്യില്ല. കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോകും. അതുകൊണ്ട് പുതിയ വണ്ടി മേടിക്കുമ്പം ആ വണ്ടി തുടച്ച് ക്ലീൻ ആക്കിയിടും. കുറച്ച് കഴിയുമ്പോൾ അത് അവിടെ ചെളിയും പിടിച്ച് കിടക്കും. പുതിയൊരു ഫോൺ വരുമ്പോൾ അത് അങ്ങോട്ട് പിടിച്ച് ഫോട്ടോ എടുക്കുന്നു, ഇങ്ങോട്ട് പിടിച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് പോസ് ചെയ്യുന്നു, സ്റ്റാറ്റസ് ഇടുന്നു. പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിടെ കൈ പിടിച്ച് കൈവിടാതെ നടക്കും ഡോപ്പമിൻ. കുറെ കഴിയുമ്പോൾ ഒരാൾ പോയ വഴി മറ്റേ ആൾ കാണില്ല. പിന്നെ ഇത് തല്ലിപ്പൊടിയായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സർവൈവ് ചെയ്യും. കാരണം ഇത് പോയാൽ പിന്നെ മനുഷ്യന് എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് പിള്ളേർ ഒരു ടോയ് ഒരു 6 മാസം കളിച്ച് കഴിയുമ്പോൾ അത് കളഞ്ഞിട്ട് വേറെ മേടിക്കും. 6 മാസം പോയിട്ട് 3 ദിവസം പോലും നിൽക്കില്ല ടോയ്സ് മേടിച്ചു കൊടുത്താൽ. കാരണം ഈ സാധനം അതിൻ്റെ പ്രശ്നം. എന്നിട്ട് ഈ സാധനം വെച്ചുകൊണ്ട് നടക്കുന്ന നമ്മളോട് പറയുന്ന സ്നേഹിക്കടാ. ആരെ സ്നേഹിക്കാൻ? ഈ സാധനം കൊണ്ട് ആ ഒരു അട്രാക്ഷൻ അല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു വാത്സല്യം ഉണ്ടാക്കുന്ന ഹോർമോണുകളൊക്കെ ഉണ്ട്. പക്ഷെ ശത്രുവിനെ കാണുമ്പോൾ സ്നേഹം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം ഇല്ല, മനുഷ്യനില്ല. അപ്പൊ അവന്റെ ആ ബ്രെയിൻ പറയും, നിന്റെ ശത്രു വരുന്നേ, നീ നിന്റെ തലയടിച്ചോണ്ട് പോകുന്നവനാണ്, സൂക്ഷിച്ചോണം. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എങ്ങനെ സ്നേഹം വരാനാ? ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതത്തിനെതിരെയാണ് വരുന്നത്. കർത്താവിന്റെ എല്ലാ ഉപദേശങ്ങളും നമ്മുടെ സ്വാഭാവിക മനുഷ്യ പ്രകൃതത്തിനെതിരെയാണ്. ഇപ്പോ സ്വാഭാവിക മനുഷ്യ പ്രകൃതം പാപോ, മനസ്സിലായോ?
അപ്പൊ പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക മനുഷ്യ പ്രകൃതം മുഴുവനാ, ആദാമ്യ പ്രകൃതം. അത് ശരീരത്തിന്റെ അവയവങ്ങളാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഹോർമോണുകളാലും കെമിക്കലുകളാലാണ് നമ്മുടെ ക്യാരക്ടർ നിയന്ത്രിക്കപ്പെടുന്നത്. അതിനകത്തൊന്നും ദൈവത്തിന്റെ കൽപ്പന അനുസരിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഇല്ല. ഇതിന്റെ ഏറ്റവും ഭയങ്കര എക്സാമ്പിൾ പത്രോസ് എന്ന് പറയുന്ന ശിഷ്യനാണ്. പത്രോസ് കർത്താവിനോട് പറയുന്ന ഒരു കാര്യം, പത്രോസിനോട് കർത്താവ് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോതമ്പിനെ പാറ്റുന്ന പോലെ നിന്നെ പാറ്റാൻ സാത്താൻ ആലോചന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ പത്രോസ് എന്താ പറയുന്നറിയോ? എൻ്റെ കർത്താവ്, നീ എനിക്ക് വേണ്ടി അപേക്ഷിച്ച സമയത്ത് ആ യൂദായ്ക്ക് വേണ്ടിയോ തോമാച്ചിന് വേണ്ടിയോ അപേക്ഷിക്കുന്നതായിരുന്നു നല്ലത്. കാരണം ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും നിന്റെ കൂടെ തടവിലായി പോകുവാനും തീരുമാനമെടുത്തവര് അല്ല. പ്രസംഗം കേൾക്കുമ്പോൾ പറയില്ല തീരുമാനം എടുക്കാതെ പോകരുതെന്ന്. ഒരു പ്രയോജനമില്ല. നീ ചുമ്മാ തീരുമാനം എടുത്തെന്നുള്ള പേര് മാത്രം അവസാനം കാണും. എന്നാൽ ഇവന്റെ ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ തീരുമാനം എടുത്തോടെ ഞാൻ ഓക്കെ ആയി. എവിടെ ഓക്കെ ആയി? പിന്നെയും പഴയ പോലെ. അപ്പം പത്രോസ് ഒരു തീരുമാനം എടുത്തായിരുന്നു, കർത്താവിനെ പിടിച്ചോണ്ട് പോയാൽ മരണമാണെങ്കിൽ ഞാൻ ഇവന് വേണ്ടി മരിക്കും, ജയിലിൽ പിടിച്ചോണേ ഞാൻ ഇവന്റെ കൂടെ ജയിലിൽ പോകും. എന്താ ഭയങ്കര തീരുമാനം. കർത്താവ് പറഞ്ഞു, മോനെ നിന്റെ തൻ്റെ ഇടമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇന്ന് നേരം എടുക്കുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയും. അത്ര കപ്പാസിറ്റി നിനക്കുള്ളൂ. പത്രോസ് പിന്നെ കാണാം, ഞാനൊരിക്കലും കർത്താവിനെ തള്ളി പറയും. മനസ്സിൽ പറഞ്ഞാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, നീ നസ്രായന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേടാ ചോദിച്ചപ്പോൾ പുള്ളി പ്രാകുവാനും ആണയിടാനും തുടങ്ങി. പ്രാഗി ചുമ്മാ എന്നാ അല്ലെന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അയാൾ യേശുവിനെ ഇരുന്ന് പ്രാകുമായിരുന്നു. അതാണ് ജഡത്തിന്റെ കപ്പാസിറ്റി. ഞാൻ പണ്ട് രക്തസാക്ഷികളുടെ കഥയൊക്കെ വായിച്ചിട്ട് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു രക്തസാക്ഷികളുടെ കഥ ഒരു പുസ്തകമായിട്ട് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനത്തെ 2 പേജ് ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ എഴുതി, ഇവരിൽ ഒരാളായി എന്നെയും നീ ഉൾപ്പെടുത്തണമേ എന്ന് എഴുതിയിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി അതെല്ലാം സ്റ്റേപ്പിൾ ഇട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ആ പുസ്തകം ഇപ്പോൾ കാണുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനൊന്നും നിൽക്കാൻ ഞാൻ വിചാരിച്ചാലും നടക്കില്ല. തക്ക സമയത്ത് ദൈവം കൃപ തന്നില്ല, നമ്മൾ അവനെ തിരിച്ചടിച്ചിട്ട് ഓടും. മനുഷ്യന്റെ സ്വാഭാവിക രക്ഷപ്പെടാനുള്ള പ്രകൃതം ദൈവത്തിനെതിരാണ്. പാപം എന്ന് പറയുന്നത് അവന്റെ പ്രകൃതത്തിൽ തന്നെ ഇരിക്കുന്ന കാര്യമാണ്. ഇവനോടാണ് നന്നാകടാ എന്ന് പറഞ്ഞാൽ നന്നാകുമോ? നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്നാവണ്ടേ? അല്ല, നിങ്ങൾ ആലോചിച്ച് റോമാലേഖനത്തിൽ ഇത്ര ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടുത്തിടയ്ക്ക് അറിഞ്ഞു, ഇന്ന് മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് തോട്ടല്ല, ഇത് നമ്മുടെ ഹെൽപ്പിന് വെളിയിലാണ് നമ്മുടെ സ്വഭാവം വരുന്നതെന്നും ഇത് അതുകൊണ്ടാണല്ലോ ഡിപ്രഷനിലൊക്കെ വരുന്നവർ സഹായം ചോദിക്കുന്നത് ഡോക്ടറോട്. കാരണം ദേ നീഡ് ടു കൺട്രോൾ ഡിഫറെൻറ്റ് കെമിക്കൽസ്. അതിനുവേണ്ടിയാ. കാരണം ഈ ക്യാരക്ടറുടെ മേൽ നമുക്ക് അത്രയൊന്നും പിടിയില്ല, അത്രയൊന്നും ഹോൾഡില്ല. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, നമുക്ക് ദേഷ്യം വരുന്ന കാര്യത്തിൽ, നമ്മൾ സ്നേഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് വില്ല് പോലെ സ്നേഹം വരുത്താനോ നമ്മുടെ വില്ല് പോലെ ദേഷ്യം വരുത്താനോ ഒന്നും പറ്റത്തില്ല. ബിക്കോസ് ദ ബോഡി ഈസ് കൺട്രോളിങ് ഇറ്റ്. റെസ്പോൺസസ്. നിങ്ങളൊരു പട്ടിയുടെ അടുത്ത് എല്ലാം മാംസത്തിന്റെ മണം വരുമ്പോൾ പട്ടി പുറകെ വരുന്നില്ലേ? തീരുമാനം എടുത്തില്ലെങ്കിലും പട്ടിക്ക് വരേണ്ടി വരും. അതിന് സഹിക്കാൻ പറ്റില്ല അതിൻ്റെ സ്മെല്ല് വന്നു കഴിയുമ്പോൾ. അതുപോലെ നമ്മൾ ഓരോ സ്റ്റിമുലൻറ്റിനോട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു തൊട്ടാവാടി നമ്മൾ തൊട്ടാൽ ഇങ്ങനെ ഷ്രിങ്കായി പോകുന്ന പോലെ നമ്മുടെ മുമ്പിൽ വരുന്ന എനിമിയാണോ, നമ്മുടെ കസേര അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നവനാണോ, നമ്മുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നവനാണോ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലർട്ട് അടിക്കുക. അതാണ് ഈ നമ്മുടെ. അപ്പം അറിയുമ്പം, ഓ അവൻ എൻ്റെ കസേര എടുക്കാൻ വേണ്ടി വന്നവനാണ്, സ്നേഹിച്ചേക്കാം. സ്നേഹിക്കും. സ്നേഹവും നടക്കില്ല, അവിടെ അഭിനയം മാത്രം നടക്കും. മനസ്സിലായോ ഞാൻ പറയുന്നത്? റോമാലേഖനം 7 ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. 7, 8 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെയാണ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചേ പറയുന്നത്. നമുക്ക് പാപത്തിന്മേൽ ജയിക്കാൻ ഈ പറയുന്നൊന്നും അല്ല വഴി. പാപത്തിന് ജയിക്കാൻ മാനുഷികമായൊരു വഴിയില്ല, ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. ആ വഴി എന്താണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അടുത്ത വാക്യം പറയാണ്, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിനെ ബദ്ധനാക്കി കളയുന്നതിനെ അടിമയാക്കി മാറ്റുന്നത്. എൻ്റെ അവയവങ്ങളിലുള്ള പാപമെന്ന പ്രമാണത്തിനാണ് ഞാൻ അടിമയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻവോളണ്ടറി സിൻസ് എന്നിൽ ഉണ്ടാകുന്നത്. ഞാൻ ആഗ്രഹിക്കാതെ തന്നെ പാപ സ്വഭാവം എനിക്ക് ഉണ്ടാകുന്നത്. ഞാൻ നോക്കണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ നോക്കുന്നത്, ഞാൻ ചിന്തിക്കരുതെന്ന് വിചാരിക്കുന്ന ചിന്തകൾ എനിക്ക് വരുന്നതിനുള്ള കാരണം ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവങ്ങൾ, ഗ്രന്ഥികൾ. അതാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, അടുത്ത വാക്യം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ.
ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ആണ് ചോദ്യം. ഈ മരണത്തിന് അധീനമായി. അപ്പൊ നമ്മൾ പാപത്തെ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തോട്ട്സിനെ ജയിച്ചാൽ പോരാ, ഈ ഹോർമോണുകളെ ഉണ്ടാക്കുന്ന ശരീരത്തെ ജയിക്കണം. സാധ്യമാണോ ഇത്? നല്ലവനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ പോരാ, വചനത്തിന്റെ സാച്ചുറേഷൻ ഉണ്ടായാൽ പോരാ, വചനത്തിലെ സകല മർമ്മങ്ങളും ഗ്രഹിച്ചാൽ പോരാ, മലകളെ നീക്കാൻ പറ്റിയ വിശ്വാസം ഉണ്ടായാൽ പോരാ, ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ പോരാ, തനിക്കുള്ളതെല്ലാം അന്നദാനം ഏൽപ്പിച്ചാലും പോരാ, എന്ത് ചെയ്താലും പോരാ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഉദാഹരണത്തിന് ഒരു ചർച്ച് പണിയാണ്. ചർച്ച് പണിയുമ്പം വേണ്ട, അല്ല ഒരു കൺവെൻഷൻ നടത്തുമെന്ന് വിചാരിച്ചു. കൺവെൻഷൻ നടന്നത് ഒരാൾ എഴുന്നിട്ട് പറയുന്നത്, ഈ കൺവെൻഷൻ്റെ മുഴുവൻ തുക ഞാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. പാസ്റ്ററിന് ആ മനുഷ്യനെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനമായിരിക്കും അല്ലേ? ആയിരിക്കുമോ? ആയിരിക്കും. ആ ബഹുമാനം കൊടുത്തില്ലെങ്കിലോ പ്രശ്നവും. കാരണം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ബഹുമാനം നമുക്ക് നമ്മുടെ ജഡം ഡിമാൻഡ് ചെയ്യും. ഞാൻ അവനെ അത്ര സഹായിച്ചാൽ എന്നിട്ട് അവനൊരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് ജഡം പറഞ്ഞുകൊണ്ടിരിക്കും. വഴി കിടക്കുന്ന ഒരു ബാഗ് ഒരുത്തിന് എടുത്തു കൊടുത്താൽ തന്നെ നമ്മുടെ ജഡം പറയും, നീ കൊള്ളാൻ മോനെ, മിടുക്കൻ, ആരും എടുത്തു കൊടുക്കാത്തൊരു പണിയാണല്ലോ നീ ചെയ്തത്. ഇത് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, എങ്ങനെ ജയിക്കാം? നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന, പക്ഷെ അതെല്ലാം നമ്മളെ സ്വയനീതിമാന്മാരാക്കുക. ഞാൻ മിടുക്കനാണെന്ന് എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കുക, എൻ്റെ പാപങ്ങളെ മറയ്ക്കുക. അത്തീലകൾ പോലെ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ സൽപ്രവൃത്തികൾ, ഞാൻ എടുക്കുന്ന ചില ചില ഉപവാസങ്ങൾ, ഇതെല്ലാം അത്തീലകൾ പോലെ ഞാൻ പാപിയാണെന്നുള്ള ഫാക്റ്റിനെ എന്നോട് തന്നെ മറയ്ക്കുക. ഞാൻ ഭക്തനാണെന്ന് എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കുക. ജഡം. പണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഈ പലതരത്തിലുള്ള എന്താ പറയുന്നത്, ഈ പ്രവാചകന്മാരൊക്കെ വരുമായിരുന്നു. അന്നൊക്കെ കുറച്ചൊക്കെ സത്യം പറയുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ മനുഷ്യനെ സൂചിപ്പിക്കാൻ വരുന്നവർ മാത്രം അല്ലായിരുന്നു ഉണ്ടായിരുന്നു. ഈ പ്രവാചകന്മാർ വരുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇവരിതെല്ലാം വിളിച്ചു പറയുമോ എന്നുള്ള കാര്യം എനിക്കൊരു പേടി എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ പ്രവാചകൻ അടുത്തോട്ട് വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവ് ഒന്നും വെളിപ്പെടുത്തല്ലേ, കർത്താവ് ഒന്നും പറയല്ലേ, ഞാൻ ഇനി മേലാലൊരു പാവവും ചെയ്യത്തില്ല. പ്രവാചകൻ അടുത്തോടെ വന്ന് എന്നെ തൊടാതെ അങ്ങ് പോകും. കർത്താവ് വിചാരിക്കും, പോട്ടെ സാരമില്ല, കരുണ കാണിച്ചേക്കാം. പ്രവാചകൻ പോയി കഴിയുമ്പോൾ ഞാൻ പഴയ ആളാവും. കാരണം എന്താ? പോയല്ലോ. അപ്പൊ എൻ്റെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജഡം എടുക്കുന്ന ഒരു തീരുമാനം നടപ്പാവും എൻ്റെ വിശ്വാസം. പക്ഷെ നടപ്പാവില്ല, അത് ഒരു വഞ്ചനയാണ്. ജഡം എന്നെ പറ്റിക്കുകയാണ്. ഈ ഒരു തീരുമാനത്തോടെ നീ നന്നാവുമെന്ന് ജഡം എന്നെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അവന് ക്രൂശിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് അവൻ അങ്ങനെ പറയുന്നത്, നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ജഡം ക്രൂശിലേ മരിക്കുകയുള്ളൂ. പക്ഷെ ക്രൂശിലോട്ട് കയറാൻ ജഡത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പറയും, ഞാൻ നന്നായിക്കൊള്ളാം, ഞാൻ ഇത്തോട്ട് കൂട്ടി നന്നായിക്കൊള്ളാം, എന്നെ ഉപദ്രവിക്കില്ലേ, ഞാൻ നന്നായിക്കൊള്ളാം. പക്ഷെ നന്നാവില്ല. ഒരു കഷ്ടം വരുമ്പോൾ നമ്മൾ പറയും, അയ്യോ കർത്താവേ, ഞാൻ ആ പാപം ചെയ്തുകൊണ്ടായിരിക്കും ഈ കഷ്ടം. അല്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കഷ്ടം എന്തായാലും ലോകത്തുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, ഞാൻ ആ പാപം ചെയ്തുകൊണ്ടായിരിക്കാം ഈ കഷ്ടം, ഇനി മേലെ ആ പാപം ചെയ്യില്ല. കഷ്ടം പോയി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറക്കും. കാരണം ഈ ജഡത്തിൽ നിന്നാണ് ഇത് വരുന്നത്, ഈ ശരീരത്തിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. നന്നാകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആൾക്കാർ മാത്രം ഇവിടെ ഉള്ളൂ എന്ന് എനിക്കറിയാം. നന്നാകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നിങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങൾ ജയിച്ച ആൾക്കാരെന്ന് വിചാരിക്കുകയാണെങ്കിൽ വെറും കള്ള തട്ടിപ്പ. കർത്താവിന് മുമ്പ് ചെല്ലുമ്പോൾ എല്ലാം പൊളിഞ്ഞു പോകും. ആ അത്തീല വസ്ത്രം എല്ലാം ഊർന്നു പോകും. അത്തീല വസ്ത്രം ഇട്ടുകൊണ്ട് അവർ ഓടി ഓട്ടം നമ്മൾ ആദ്യ ദിവസം കണ്ട ഓർമ്മയുണ്ടോ? അവർ അത്തീല ഇട്ടുകൊണ്ട് ഓടിയാണ് മരത്തിന് പുറകെ നിന്ന് പറഞ്ഞിട്ട് പറയാണ്, നിന്റെ ശബ്ദം കേട്ടപ്പോൾ നഗ്നനായി പോയി. നമ്മളിന്ന് അണിയുന്ന ആ വസ്ത്രങ്ങളെല്ലാം കർത്താവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നഗ്നനായി പോകും. യെശയ്യാവിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വീണതുപോലെ ദൈവത്തിന് മുമ്പിൽ നിവർന്നു നിന്ന് ഞാൻ നീതിമാനെന്ന് സ്വയം നീതീകരിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ ഈ നാശകരമായ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമുക്കറിയാം, ഈ ശരീരം കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകം മുഴുവൻ, ഈ ജീവിതം മുഴുവൻ ഈ ശരീരം കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഈ ശരീരത്തിന്റെ തേജസ്കരണം എന്ന് പറയുന്ന കർത്താവിന്റെ രണ്ടാം വരവിലേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ രണ്ടാം വരവിൽ നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ പാപമില്ലാത്ത ഒരു ശരീരം നമുക്കുണ്ടാവുകയുള്ളൂ. അതുവരെയും ഈ ഹോർമോണുകളെല്ലാം അവിടെ തന്നെ കാണും. പക്ഷേ ഈ പാപത്തെ ജയിക്കാനുള്ളൊരു വഴിയാണ്, അത്ഭുതകരമായ ഒരു വഴിയാണ് ഇനി മുൻപോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ശരീരത്തിന്റെ പ്രവണതകളെ ജയിക്കാൻ പറ്റുന്നത്?
നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ? ഓക്കെ, 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. കഥയല്ല, ഒരു ഇല്ലസ്ട്രേഷൻ, ഒരു ചിത്രീകരണം എന്ന് പറയാൻ പറ്റുമോ? അതെ, വേർഡ് പിക്ചർ. ഇതൊരു ക്ലാസ് റൂമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസ് ആണ് നിങ്ങളെല്ലാവരും. വേണ്ട, ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഞാനും നിങ്ങളുടെ ഇടയിൽ ഒരു സ്റ്റുഡൻ്റാണ്. വേണൊരു സെമിനാർ എടുക്കുമെന്ന് വിചാരിച്ചു. എക്സാമിനേഷൻ്റെ സമയമാകുന്നതിന് സമയത്ത് നിങ്ങൾ ചില ആൾക്കാർ നല്ല മിടുക്കന്മാരാണ്, 100-ൽ 95 വാങ്ങിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും അങ്ങനെയല്ലേ? ചില പിള്ളേർ ഭയങ്കര സ്മാർട്ടായിരിക്കും, 98, 99. വേറെ ചിലർ വെറും മണ്ടന്മാരായിരിക്കും, 0, 1, 0, 1. നമ്മുടെ ബൈനറി പോലെ ആയിരിക്കും അവരുടെ മാർക്ക്. പിന്നെ വേറെ ചിലർ 35 കാണും, 50 കാണും, 70 കാണും. അങ്ങനെ പല മാർക്കുകൾ മേടിക്കുന്ന പിള്ളേരാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. നിങ്ങളുടെ മാർക്കൊന്ന് മനസ്സിൽ സങ്കല്പിച്ച്, സ്വർഗത്തിൽ പോകാൻ ഉള്ള ആ സ്കെയിലിൽ നിങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതം കൊണ്ട് എത്ര മാർക്ക് കിട്ടി കാണും? 30. മിക്കവാറും ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് ഒരു 35 കിട്ടിയാൽ പാസ്സാവും. 30 നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് ചർച്ച വരുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കർത്താവ് കൗണ്ട് ചെയ്ത് 35 ആക്കി കാണും, 30 ആയി കാണും. ഇനി ഒന്നും കൂടെ തീരുമാനം എടുത്താൽ, ഒരു 1-2 കാര്യങ്ങളോട് ഞാനൊരു വിടുതലെടുത്താൽ, ഈ മക്കളോടുള്ള കോപം, അല്ലെങ്കിൽ ലോകമോഹം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡിക്റ്റഡ് പാപം, ഇതിൽ നിന്നും കൂടെ ഞാൻ വിടുതലെടുത്താൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് 35 സ്കോർ ചെയ്ത് അപ്പുറത്ത് കിടക്കും. ഇങ്ങനെയാണ് മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും മാർക്ക്. എങ്ങനെ ആലോചിച്ചാലും നമ്മൾ ജയിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെയല്ലേ നിങ്ങൾക്ക്? അത് ജയിച്ചായിട്ട് തോന്നുന്ന ആൾക്കാർ ഇരിപ്പുണ്ടോ? എനിക്കറിയാൻ വയ്യ. ഓക്കെ, ഇനി ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയേ, ഈ ക്ലാസ്സിലെ ഒരക്ഷരം അറിയാത്ത, ഏറ്റവും തോറ്റു കിടക്കുന്ന, എല്ലാ പരീക്ഷയ്ക്കും 0 വാങ്ങിക്കുന്ന ആ അത്ഭുത വിദ്യാർത്ഥി ഞാനാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചു. ഞാനാണെന്ന് ഞാൻ സങ്കല്പിച്ചോളാം, നിങ്ങളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കണം, എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സങ്കല്പിച്ചോ. എൻ്റെ അടുത്തിരിക്കുന്നവന് ചിലർക്ക് 90, ചിലർക്ക് 95, ചിലർക്ക് 70, ചിലർക്ക് 50, ചിലർക്ക് 40 ഒക്കെ കിട്ടും. ചിലർ എൻ്റെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനാണ് ഏറ്റവും പഠിക്കാൻ കഴിവില്ലാത്ത പൊട്ടനായ ആൾ. സമ്മതിച്ചോ? അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പരീക്ഷ അടുത്ത് വന്നു, ചീത്ത കേൾക്കണം, വീട്ടിൽ കൊണ്ടുപോയി മാർക്ക് കൊടുക്കുമ്പം അപ്പൻ എന്നെ ഓടിക്കും. എന്ത് ചെയ്യും? ഇത്രയും പൈസ കൊടുത്തിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തു, പുസ്തകം തിരിച്ചും മറിച്ച് നോക്കി, കുറേ കഴിയും മടുത്തിന് മുമ്പിൽ ഇരുന്ന് ഉറങ്ങുമല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല. അക്ഷരങ്ങളെ നോക്കുമ്പോൾ ഇങ്ങനെ ഉറുമ്പ് പോകുന്ന പോലെ തോന്നുള്ളൂ, ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത് ചെയ്യും? എക്സാമിനേഷൻ എന്ത് പഠിക്കും? ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ടീച്ചർ എൻ്റെ അടുത്ത് വരുന്നത്, സാറിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ചെയ്സേ നിനക്കൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ സാർ ഗുഡ് ന്യൂസ്? അപ്പം സാറ് പറയും, ഈ പ്രാവശ്യം നിന്റെ പരീക്ഷയ്ക്കുള്ള ചോദ്യം ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പം ഞാൻ പറയും, സാർ അത് മതി. സാർ ഒരു കാര്യം ചെയ്യും, എനിക്ക് 100 വേണ്ട, ഈ 35 മാർക്ക് കിട്ടി പാസ്സാകാൻ വേണ്ടിയുള്ള അത്രയും ചോദ്യങ്ങൾ എനിക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ അത് പഠിച്ച് എങ്ങനെയെങ്കിലും പാസ്സായിക്കോളാം. എനിക്ക് പാസ്സായാൽ മതി, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. അപ്പം സാറ് പറയും, ശരി അതൊക്കെ കുഴപ്പമില്ല, പക്ഷേ ചോദ്യങ്ങൾ നിനക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്താ കാരണം? ചോദ്യങ്ങളൊക്കെ നിനക്കറിയാം, സ്നേഹിക്കണം, താഴ്മ വേണം. താഴ്ത്തി സമർപ്പിച്ച് മടുത്തു, എന്നാലും താഴ്മ വരുന്നില്ല. പണ്ടൊരു ചർച്ചിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പം, പ്രസംഗം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ ചർച്ചിലെ ഏറ്റവും താഴ്മയും ഉള്ള ആൾ ഞാനാണെന്ന് എല്ലാവരും പറയുന്നത്. താഴ്മയുണ്ടോ? താഴ്മയുണ്ടെന്നുള്ളൊരു അഹങ്കാരം. അത്രയേ ഉള്ളൂ. ഈ താഴ്മ കൂടിപ്പോയാൽ, മാനുഷികമായ താഴ്മ കൂടിപ്പോയാൽ നമുക്ക് താഴ്മയുടെ ഒരു അഹങ്കാരം വരും. എന്നെ പോലെ താഴ്മയുള്ളവൻ ആരുള്ളൂ? താഴ്മയുണ്ടോ? ഇതാണ് ജഡത്തിന്റെ പ്രവൃത്തി. ജഡം എന്ത് ചെയ്താലും ഇത് കുഴപ്പമായിട്ട് വരുള്ളൂ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതൊക്കെയാണ് ചോദ്യപേപ്പർ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊക്കെ പണ്ടേ ട്രൈ ചെയ്ത് ഞാൻ തോറ്റു തുന്നം പാടിയതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ സാറ് ഈ ചോദ്യങ്ങൾ തന്നെയാണോ? പിന്നെ അതെ, ഒരു രക്ഷയില്ല, ഞാൻ തോറ്റിരിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു നല്ല വാർത്ത കൂടെ ഉണ്ട്. ഈ പ്രാവശ്യം പരീക്ഷയുടെ മാർക്ക് നോക്കി കറക്റ്റ് ചെയ്ത് പേപ്പറിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് മതി, ഞാൻ ആ ചോദ്യങ്ങളെല്ലാം അതുപോലെ എഴുതി വെച്ചേക്കാം. ഓക്കെ, സാർ എവിടെയെങ്കിലും ഒരു 5, 15,
4, 3 നോക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് 35 തന്നാൽ ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ സാറ് പറഞ്ഞു, നിന്റെ പേപ്പറിൽ 1/2 മാർക്ക് ഇട്ടാൽ എൻ്റെ പണി പോകുന്ന അവസ്ഥയാണ്. കാരണം നിന്റെ പേപ്പറിൽ ഇന്നേ വരെ ആരും ഒരു മാർക്ക് ഇട്ടിട്ടില്ല. അത് മാത്രമല്ല, നിനക്കറിയാൻ വയ്യാത്തൊരു രഹസ്യം എങ്ങനെ നിന്നോട് പറയുമെന്ന് അറിയാതിരിക്കാൻ ഞാൻ വിഷമിച്ചിരിക്കും. സാർ, എന്താ സാറേ? ഈ പരീക്ഷയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഒറ്റ പരീക്ഷയുള്ളൂ. പക്ഷേ 35 കിട്ടുന്നവനൊന്നും പാസ്സാവത്തില്ല. 100ൽ 100 വേണം. കാരണം ഒരു പ്രമാണം ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചതുപോലെയാണ്. അപ്പോൾ ഒരാശ്വാസമുണ്ട്, അപ്പുറത്തെ 99കാരൻ ഞെളിഞ്ഞിരിക്കുന്ന പരീക്ഷന് അവനൊക്കെ പോക്ക. അത് മനസ്സിലായി. അതാണ് ആകെയുള്ള ആശ്വാസം. എല്ലാവരും പോക്ക. കാരണം ഒരിടത്ത് തെറ്റാത്ത ആരുമില്ല. പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അവൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഞാൻ 0കാരനായ ഞാൻ എന്ത് ചെയ്യും? അപ്പം എൻ്റെ പ്രതീക്ഷ മൊത്തം പോയി. ഒരാശ്വാസം കൊണ്ട് എല്ലാവരും പോകുന്നുള്ളത്. അതാണ് ആശ്വാസം. നമ്മൾ സാധാരണ വേറൊരാൾ തോക്കുന്നതിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്. നമ്മൾ തോറ്റു കഴിഞ്ഞാലേ, ശരിയല്ലേ? ഓ, അവനും തോറ്റു, ആശ്വാസമായി. ഓക്കെ. അപ്പൊ സാറ് പറഞ്ഞു, ഒരു നല്ല വാർത്ത കൂടെ ഉണ്ട്. അതെന്താ സാറേ? ഇനി നല്ല 2 വാർത്ത കേട്ടപ്പോഴേക്കും ഉള്ള അവസ്ഥ ഭയങ്കര പ്രശ്നമായി. ഇനി 3ാമത്തെ നല്ല വാർത്ത എന്താണ്? അപ്പോൾ സാറ് പറഞ്ഞു, നിന്നെ കൊണ്ട് ഒരിക്കലും ഈ എക്സാം എഴുതി ജയിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് ഗവൺമെൻറ്റിനും മനസ്സിലായി. ഈ ഗവൺമെൻറ് സൈക്കോളജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നിനക്ക് ഡിസ്ലെക്സിയയാണ്, നിനക്ക് പഠിക്കാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ആണോ? അതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല? അങ്ങനെയല്ല, നിനക്ക് പരീക്ഷ എഴുതാം, നിനക്കൊരു സ്ക്രൈബിനെ വെച്ച് ഈ എക്സാം എഴുതാം. അപ്പം അവൻ പറയും, സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? സ്ക്രൈബിന് വല്ലതും അറിയണ്ടേ? സാധാരണഗതിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കും സ്ക്രൈബ്. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇവൻ എഴുതും. അത് ചുമ്മാ ഒന്നും അറിയാത്തവനെ സ്ക്രൈബ് ആക്കാൻ പറ്റില്ല. അപ്പോൾ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവാണെന്ന് വിചാരിക്കുന്ന ആളാവരുത്. തീറ്റ എന്ന് പറഞ്ഞാൽ തിന്നുന്ന കാര്യം ഒന്നും ആലോചിക്കരുത്. സൈൻ തീറ്റ എന്ന് മനസ്സിലാവുന്നവനെ കൊണ്ടുപോയി അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ കുറച്ച് വിവരം ഉണ്ടായിരിക്കണം, മുഴുവൻ വിവരം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് ഈ സ്ക്രൈബുകൾ. ഇയാൾ പറഞ്ഞാൽ എഴുതുള്ളൂ. അപ്പം ഞാൻ പറയാണ്, എനിക്കാണെങ്കിൽ ഒന്നും അറിയാൻ മേല. അപ്പോൾ ഒരു സ്ക്രൈബിന് ഞാൻ പറഞ്ഞു കൊടുത്താലല്ലേ അവൻ എഴുതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുന്നത്? എങ്ങനെ 100 കിട്ടുന്നത്? അപ്പോൾ സാറ് പറഞ്ഞു, നിന്റെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഞാനാണല്ലോ. അതെ. നിന്നെ ന്യായം വിധിക്കുന്നതും അവസാനം പരീക്ഷയിൽ മാർക്ക് തൂക്കി തരുന്നത് ഞാൻ തന്നെയാണല്ലോ. അതെ. നിന്റെ സ്ക്രൈബും ഞാൻ തന്നെയാണ്. എത്ര മാർക്ക് കിട്ടും? എത്ര മാർക്ക് കിട്ടും? ഈ 100 കിട്ടാൻ വേറെ എന്തേലും വഴി നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പൊട്ടനെ കാണുന്നുണ്ടോ? പൊട്ടനെ പോലെ ഞാൻ നിന്റെ മുമ്പിൽ ഇരുന്നു സങ്കീർത്തനത്തിൽ പറയുന്നല്ലേ. ഒന്നും അറിയാത്ത പൊട്ടനായിട്ട് കർത്താവിന് മുമ്പിൽ നമ്മൾ ഇരുന്നു. പക്ഷെ നമ്മൾ 100 വാങ്ങിപ്പിക്കണമെങ്കിൽ ഈ കർത്താവ് തന്നെ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടവനെ കൊണ്ട് തന്നെ ഈ എക്സാം എഴുതിപ്പിക്കണം തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല, ഇത് ബൈബിളിൽ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്. നമുക്ക് വാക്യം വായിക്കാം, അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാം. റോമാലേഖനം 8ാം അധ്യായത്തിന്റെ 3, 4 വാക്യങ്ങൾ വായിച്ചു നോക്കി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, അതായത് ജഡം ബലഹീനമായുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജഡത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത ഹോർമോണുകൾ അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്ത് കഴിഞ്ഞില്ല? എന്നെ നീതിമാനാക്കാൻ പറ്റിയില്ല. അതിനെ സാധിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പകരം വിട്ടു. എന്നെ കൊണ്ട് പറ്റാത്തതിനെ സാധിപ്പിക്കാൻ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശത്തിൽ, അതായത് പാപജഡത്തിലല്ല, ജഡം പോലിരിക്കുന്ന ഒരു ജഡത്തിൽ, ഈ ഹോർമോണുകളൊന്നും അനിയന്ത്രിതമായിട്ട് ഓടാത്ത, ടച്ച് ചെയ്യാത്ത, വചനം ജഡമായി തീർന്ന, ഇത് സാധിക്കുന്ന ഒരു പകരക്കാരനെ എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? 3ാം വാക്യം തന്നെ, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ നമ്മുടെ പാപത്തിന്റെ എല്ലാ ശിക്ഷ എവിടെ വിധിച്ചു? ജഡത്തിൽ വിധിച്ചു. ഈ പാപത്തിന്റെ ശിക്ഷ ജഡത്തിൽ വിധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, നമ്മളെ പാപത്തിന് രക്ഷിക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം. കാരണം ആ ബലവാനെ അവൻ പിടിച്ചു കെട്ടി.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജഡമാണ് എന്നെ കൊണ്ട് പാപം ചെയ്തിരിക്കുന്നത്. ആ ജഡത്തെ കർത്താവ് ശിക്ഷ വിധിച്ചു. ആ ജഡത്തിലൊരു ശിക്ഷ ദൈവം വിധിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു, ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ആ ക്രൂശിൽ എൻ്റെ പഴയ ജഡത്തെ അവൻ ക്രൂശിച്ചു. മനസ്സിലായ? അപ്പൊ കാൽവരി ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ഈ പഴയ ജഡത്തെ ക്രൂശിക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. അപ്പൊ കർത്താവ് അവിടെ മരിച്ചപ്പോൾ ഈ പഴയ ചെയ്സ് മരിച്ചു. ഈ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന, നിങ്ങൾ പറയും ഇപ്പോഴും ഉണ്ടല്ലോ പാസ്റ്റർ, ഇതൊരു മാതിരി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇപ്പോഴും എനിക്കിതൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. നിങ്ങൾ പറയും വെയിറ്റ് അങ്ങോട്ട് വരിക. ഈ പഴയ പ്രാകൃത സ്വഭാവമുള്ള പാപം ചെയ്യുന്ന ജഡത്തെ കർത്താവ് എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ അവനോടൊപ്പം തറച്ചു. ഐ ഡൈഡ് വെൻ ഹീ ഡൈഡ്. അവനോട് മരിച്ചപ്പോൾ ഞാൻ അവനോടൊപ്പം പാപസംബന്ധമായി മരിച്ചു. പാപജഡം അവിടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, പിന്നെ ആരാ ജീവിക്കുന്നത്? ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ സഹോദരൻ വളരെ സ്പിരിച്വൽ റെവലേഷൻ ഉള്ള ഒരാളായിരുന്നു. ഏതു മനുഷ്യനെ കൗൺസിൽ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. മരിച്ചുപോയി കോവിഡായിട്ട്. എന്നെക്കാൾ യങ്ങായിരുന്നു. അദ്ദേഹം പണ്ടൊരു മാനസിക രോഗത്തിൻ്റെ ഭയങ്കരമായ പീഡനയുടെ കടന്നു പോവുകയും പലപ്പോഴും സെല്ലിലടയ്ക്കപ്പെടുകയും കെട്ടിയിടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൺഫൈൻഡ് ടു എ റൂം, ലോക്ക്ഡ്. ഒരു ദിവസം പുള്ളിക്ക് ഒരു ട്രാക്റ്റ് കിട്ടി. ഇച്ചിരി ബോധം ഉണ്ടായിരുന്ന സമയത്ത് ട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പം അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ പുതിയ ജീവനെക്കുറിച്ച്. ജഡം പാപസംബന്ധമായി മരിക്കേണ്ടത്, എന്നാൽ ആത്മാവ് നിത്യജീവനാകുന്നു എന്നൊരു വാക്യം പുള്ളി വായിച്ചു. പുള്ളി ഇങ്ങനെ ചിന്തിച്ചു, ഞാനല്ല ക്രിസ്തുവിൻ്റെ ജീവൻ. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൻ്റെ മാനസിക രോഗം അതോടെ പോയി. കാരണം ആ പഴയത് മരിച്ചു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വിശ്വാസത്തിൻ്റെ പവറിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ജഡം, ആ ജഡത്തിൻ്റെ, നിങ്ങളത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗവുമില്ലാതെ, മാനസിക പ്രശ്നങ്ങളും ഇല്ലാതെ അദ്ദേഹം സന്തോഷമായിട്ട് ജീവിച്ചു. അനേകരെ കൗൺസിൽ ചെയ്തു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ന്യൂമോണിയ ആയിരുന്നു. ഏതാ? കോവിഡ് ഇൻഡ്യൂസ്ഡ് ന്യൂമോണിയ. ICU കയറ്റുമ്പോൾ പോലും ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. പുള്ളി ആ സ്ട്രെസ് ഒന്നും പിന്നെ ബാധിച്ചതേ ഇല്ല. കാരണം ജീവിക്കുന്നത് ഞാനല്ല, ആ പകരക്കാരനാണ്. എനിക്കൊരു പകരക്കാരനുണ്ട്. എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ പാപത്തെ ജയിക്കാത്ത എൻ്റെ ജഡം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അങ്ങനെ അനേക എക്സാമ്പിൾസ് ഉണ്ട്. ഈ രാജസ്ഥാനിലുള്ളൊരു പൊളിറ്റിക്കൽ ലീഡറായിരുന്നു പണ്ഡിറ്റ് ധർമ്മപ്രകാശ് എന്ന് പറഞ്ഞ ഒരാൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു പ്രസംഗകനായിരുന്നു. അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉള്ളൊരു ലീഡറായിരുന്നു. പുള്ളിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഭാര്യയെ ശരിക്കും ഇടിക്കുമായിരുന്നു, നല്ലപോലെ മർദ്ദിക്കുമായിരുന്നു. പുള്ളിയുടെ ഭാര്യ ഒരു വിശ്വാസിയായിരുന്നു. ഒരു ദിവസം പുള്ളി വീട്ടിൽ വന്ന് സോഫയിലോട്ടിരുന്ന്, ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പതിഭക്തിയാണ്. ഭർത്താക്കന്മാരൊരു ഭക്തി പോലെ ഈശ്വരനെ പോലെ കാണുന്നതാണ് അവർ. ആ സ്ത്രീ നിലത്ത് ചെന്നിരുന്നിട്ട് ഈ ഷൂസ് ഊരാൻ ശ്രമിച്ചപ്പോൾ അയാൾ ആ ഷൂസ് ഇട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു ഈ ഭാര്യയ്ക്കിട്ട്. പുള്ളിക്കാരി തെറിച്ചു പോയി ഭിത്തിയെ തലയടിച്ച് വീണ് തല പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നൊരു ഒരു റുമാലെടുത്ത് ഇതങ്ങ് ടൈറ്റായിട്ട് കെട്ടി, ബ്ലീഡിങ്ങാണ്. എന്നിട്ട് പിന്നെയും പോയി അയാളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ആ ഷൂസ് മുഴുവൻ ഊരി. ഇയാൾ പെട്ടെന്ന് നിലത്തോട്ടിരുന്നിട്ട് ചോദിച്ചു, എന്നെപ്പോലൊരു മൃഗത്തെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാനല്ല, ക്രിസ്തുവാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഞാൻ ആ ക്രൂശിൽ എന്നേ മരിച്ചു. ഐ ഡൈഡ്. ഇറ്റ് ഇസ് ക്രൈസ്റ്റ് ഹു ലവ്സ് യു. ഒറ്റ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അയാളുടെ ലൈഫിൽ. നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ പലതായിരിക്കും. ഒരൊറ്റ മോമെൻറ്റ് ഞാൻ കർത്താവിനോട് മരിച്ചു എന്നുള്ളൊരു ഫെയ്ത്ത് എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴേക്കുണ്ടല്ലോ, ഈ പറയുന്ന അഡ്രിനാലിനൊക്കെ പോയിട്ട് ആ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിവിടെ വ്യാപരിക്കാൻ തുടങ്ങും. ഇങ്ങനെ മാത്രമേ പാപത്തെ ജയിക്കാൻ പറ്റുള്ളൂ. only through Christ living in us. അല്ലാതെ ക്രിസ്തുവിനെ ഒരു ബിംബമാക്കി വെച്ചിട്ട് അവിടെ പോയി കാര്യങ്ങൾ സാധിപ്പിക്കുന്നതല്ല കർത്താവ് നമുക്ക് തരുന്ന ജീവൻ എന്ന് പറയുന്നത്. അവൻ നമ്മളിൽ വസിക്കുന്നതാണ്. അവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നതാണ്. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭം. നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, തുടങ്ങിക്കോ. That makes you a child of God because ക്രിസ്തുവിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. That makes you a child of God forever.
സോ ഐ ഹാവ് ആൻ അഷുറൻസ്. എൻ്റെ ഉള്ളിലുള്ളത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അവൻ്റെ ജീവനാണ്. ഞാനൊരു കൊച്ചാണ്, എനിക്ക് വലിയ ഫംഗ്ഷനൊന്നും അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ഒക്കെ പഴയത് വരും, പക്ഷെ എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം എപ്പോൾ വേണമെങ്കിലും വിശ്വാസത്തിൽ എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം, ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് കടന്നു ചെല്ലാം. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ കൂട്ടായ്മയിലൊരു സഹോദരിയുണ്ട്, ഒരു ഡോക്ടർ. ഭയങ്കര സൗമ്യ ഹൃദയമുള്ള, എല്ലാവരോടും സിമ്പതിയുള്ള ഒരു ഡോക്ടർ. ഒരു ദിവസം ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു അറ്റൻഡർ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ അറ്റൻഡർ ഒരു ദിവസം പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് കാശൊന്നും കയ്യിൽ, എനിക്ക് കുറച്ച് കാശ് തന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. പുള്ളിക്കാരി കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എത്രയാണോ ആ പേഴ്സിലുണ്ടായിരുന്നു മുഴുവൻ കൊടുത്തു, കൊണ്ടുപോകണം പറഞ്ഞു. പിറ്റേ ദിവസം പുള്ളിക്കാരി വന്നപ്പോൾ ഭയങ്കര തിരക്ക്, ഒ പിയിലെല്ലാം ഭയങ്കര റഷ്. അപ്പം ഈ ഡോക്ടർ അറ്റൻഡർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പേഷ്യൻറ്റിന് വേണ്ടി നിങ്ങൾ ആ ഫാർമസിയിൽ പോയിട്ട് ആ മരുന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വരാമോ, എനിക്ക് ഇവരൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇത് എങ്ങനെ അപ്ലൈ ഉണ്ട്. അപ്പോൾ ഇയാൾ ചീത്ത പറഞ്ഞു. അയാൾ പറഞ്ഞു, എൻ്റെ പണി എന്താ നിങ്ങൾക്ക് അറിയാൻ മേലെ, നിങ്ങളെല്ലാ പണിയും എൻ്റെ തല്ലോട്ട് വെക്കുവാണോ, ഊട്ടുപാട്. ഇന്നലെ പൈസ വിളിച്ചോണ്ട് പോയാളാ. അങ്ങനെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിന് സഹിക്കാൻ പറ്റിയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്നു, ചേച്ചേ എന്താ, എനിക്കൊരു പ്രശ്നമുണ്ട്. എല്ലാവരുടെയും ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇവനെ കാണുമ്പോൾ എനിക്ക് ഗുഡ് മോർണിംഗ് പറയാൻ തോന്നുന്നില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്ന് പറയരുത്. അയാളെ നോക്കി ചിരിക്കുകയും ചെയ്തത്. പിന്നെ അയാളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ആ ചിരി ഒരു സുഖമുള്ള ചിരി ആയിരിക്കും, അതൊരു അഭിനയമായിരിക്കും അല്ലേ? കാരണം പൈസ മേടിച്ചുകൊണ്ട് പോയി, അതും കൊടുത്തിട്ടില്ല, എന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ അപമാനിക്കുകയും ചെയ്തു. എന്നിട്ട് അയാളെ നോക്കി നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ? ശരിയാവില്ല. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ചെയ്യില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ? അടുത്ത് ചെല്ലുമ്പം വിശ്വസിക്കുക, ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വസിക്കുന്നു. ഫെയ്ത്ത്. ആ പുള്ളിയാണ് നിങ്ങളുടെ ക്രൂശ്. ആ ക്രൂശിൽ നിങ്ങൾ മരിക്കുക. നമ്മുടെ മുമ്പിൽ ഒരു ക്രൂശ് വരുമ്പം ആ ക്രൂശ് എന്തിനു വേണ്ടി വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മരിക്കാൻ വേണ്ടി, ആ മരണം അനുഭവിക്കാൻ വേണ്ടിയാണ്. മരിച്ചതൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്, പക്ഷേ മരണം അനുഭവിക്കാൻ നമുക്ക് ഓരോ സമയത്തും നമുക്ക് ഈ ക്രൂശ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഇഷ്ടംപോലെ ക്രൂശുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ സിസ്റ്റർ നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കി, ഉള്ളിൽ ഈ വിശ്വാസം വന്ന്, ഞാനല്ല, ക്രിസ്തു എന്ത് ചെയ്യും? ക്രിസ്തു എന്ത് ചെയ്യും? ആ ഫെയ്ത്ത് വന്നു കഴിഞ്ഞാൽ ക്രിസ്തു എന്ത് ചെയ്യും? സ്നേഹമല്ലേ? പത്രോസിന് ഇതേ പ്രശ്നമായിരുന്നു. ഞാൻ പത്രോസിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയുള്ളൂ. പത്രോസ് അവസാനം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, തീരുമാനമെടുത്ത പത്രോസ്. അവസാനം തള്ളി പറഞ്ഞിട്ട് കർത്താവ് ഇവനെ അവസാനം ഗന്നസരെ തടാകത്തിൽ വെച്ചൊരു പിടുത്തമുണ്ട് പത്രോസിനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അല്ലേ? അവൻ്റെ മറുപടി എന്താ? യെസ് എന്നാണോ നോ എന്നാണോ? നോന്നാ. ബൈബിളിൽ വായിച്ചു നോക്കി. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യെസ് എന്നാണോ നോ എന്നാണോ നോക്കി. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? യെസ് എന്നാണോ നോ എന്നാണോ? അതിനവൻ, ഉവ്വ് കർത്താവേ. യെസ് എന്നാണോ നോ എന്നാണോ? ശരിക്കും സൂക്ഷിച്ച് വായിക്കേ. നോന്നല്ലേ? എന്തുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞേ? കർത്താവ് ചോദിച്ചതിൻ്റെ മറുപടി എല്ലാം പറഞ്ഞു. കർത്താവ് ചോദിച്ചത്, നീ പണ്ട് പറഞ്ഞില്ലായിരുന്നോ, നീ എനിക്ക് വേണ്ടി മരിക്കും, ജയിലിൽ പോകും, അത്ര അകപ്പയാണ്, എൻ്റെ ജീവനേക്കാൾ കൂടുതൽ നിനക്ക് സ്നേഹമാണെന്നല്ലേ നീ പറഞ്ഞത്? അതുണ്ടോന്നാണ് ചോദിച്ചത്. പക്ഷെ ഉത്തരം പറയുന്നതിനറിയോ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നാ, സ്നേഹമാണെന്നല്ല പറയുന്നത്. സ്നേഹം ഉണ്ടെന്ന് പത്രോസ് പറയുന്നുണ്ടോ? പറയുന്നില്ല. ഗ്രീക്കിൽ അങ്ങനെ തന്നെയാ. അകപ്പ ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് ഫിലിയോ ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകപ്പ ഇല്ല. അവന് മനസ്സിലായി, അവന് കർത്താവിന് വേണ്ടി മരിക്കാനൊന്നും പറ്റത്തില്ല. രണ്ടാമത് കർത്താവ് പിന്നെയും ചോദിക്കുക. നോക്കി എന്താ ചോദിക്കുന്നത്? രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. എന്താ ഉത്തരം? ഉവ്വ് കർത്താവേ. അതാണ് മനുഷ്യന്റെ തട്ടിപ്പ്. അവൻ പറയും ഉവ്വ്, പക്ഷെ എന്താ ഉള്ളത്? യേശുവിന് ഇഷ്ടമില്ലാത്ത ആരും നമ്മുടെ ഇടയിലില്ല. ലോകത്തിൽ മുഴുവൻ എല്ലാവർക്കും യേശുവിൻ്റെ പ്രിയമുണ്ട്, പക്ഷെ മരിക്കാനുള്ള സ്നേഹമില്ല. വ്യത്യാസം മനസ്സിലായോ?
ഹിന്ദിയിൽ അങ്ങനെ തന്നെയാണ്. പ്രേം രക്തേ ഹോ, ഉത്തരം പ്രിയ ഹേ. തമിഴിലും അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. അൻപായിരിക്കാർ, ചോദ്യം നേശിக்கிறേൻ, ഉത്തരം. ചോദ്യത്തിന്റെ ഉത്തരമല്ല പറയുന്നത്. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത മൂന്നാമത് എന്താ പറയുന്നത്? മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, എന്താ ചോദിച്ചേ? അപ്പൊ സ്നേഹം എവിടെ പോയി? അത് വിട്ടു. നിനക്ക് ഇത്തിരി പ്രിയമെങ്കിലും ഉണ്ടോ മോനെ എന്നാണ് അവസാനം ചോദിച്ചപ്പോഴവൻ കരയുന്നത്. കർത്താവേ, നിനക്കറിയാം എൻ്റെ അവസ്ഥ എന്ന് പറയുന്നല്ലേ. എനിക്ക് പ്രിയമുണ്ടെന്നും നിനക്കറിയാം, എന്തോരം ഉണ്ടെന്നും നിനക്കറിയാം. നേരത്തെ വീരവാദം എല്ലാം പോയി. അപ്പൊ കർത്താവ് എന്തിനാണ്? ഇവൻ വീഴുമ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ സ്വയനീതിയിലാണ് നിൽക്കുന്നത്. ഇവൻ വിചാരിക്കുന്നത് ഞാൻ കർത്താവിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കർത്താവിന് ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് മനസ്സിലായാൽ മാത്രമേ കർത്താവിലേക്ക് തിരിയാൻ പത്രോസിന് സാധിക്കുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ പകരക്കാരൻ. അതുകൊണ്ട് 99 നീതിമാന്മാർക്കല്ല, 90% മാർക്ക് മേടിച്ചവർക്കല്ല, പിന്നെയോ മുട്ട മേടിച്ചവർക്കുള്ളവരെ കർത്താവ്. അതുകൊണ്ടാണ് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗമില്ല എന്ന് വിചാരിക്കുന്നവരെ ചികിത്സിക്കുവാൻ സാധ്യമല്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. ഇനി റോമാലേഖനം 8:3-4 ഒന്നുകൂടെ വരാം. 3-4. റോമർ 8:3-4. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. എന്നിട്ട് 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് ജഡത്തിൽ മരിച്ചു. നമ്മളെല്ലാവർക്കും ശിക്ഷാവിധി കർത്താവിൻ്റെ ശരീരത്തിൽ കർത്താവ് തീർത്തു. അപ്പൊ നമ്മുടെ പാപജഡം ക്രൂശിക്കപ്പെടേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതും മരിക്കപ്പെടേണ്ടതുമായിരുന്നു. ആ മരണത്തിന്റെ വേദന നമ്മൾ അനുഭവിക്കേണ്ടി വന്നില്ല. കർത്താവ് അവന്റെ ശരീരത്തിൽ അത് വഹിച്ചു. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീതി എങ്ങനെ നിവർത്തിക്കുന്നു? 4-ാം വാക്യം. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പം നമുക്ക് എങ്ങനെ നീതി നിവൃത്തിയാകുന്നത്? നമുക്ക് നിവൃത്തിയാകുന്നത് നമ്മൾ എപ്പോഴാണോ ജഡപ്രകാരമുള്ള എഫേർട്ടുകൾ ഉപേക്ഷിച്ചിട്ട് ആത്മാവിൽ ജീവിക്കാൻ ആരംഭിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുന്നത് എങ്ങനെയാ? ബൈ ഫെയ്ത്ത്. ജഡത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാ? ബൈ സൈറ്റ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാ? ആത്മാവിൽ ജീവിക്കുന്നതിനാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്ന ജീവിതമല്ല. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കിട്ടുന്ന ജീവിതം. ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ ശരിക്കും നമുക്ക് ഒന്നുകിൽ കാഴ്ചയിൽ ജീവിക്കുമ്പോൾ ഞാനാ ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് പോൾ വാഷർ അന്നൊരിക്കൽ പറഞ്ഞത്, ബൈ റീസൺ, ബൈ യുക്തി വി ലീവ് അവർ ഓൺ ലൈഫ്സ്, വേറാസ് ബൈ ഫെയ്ത്ത് വി ലീവ് ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വിശ്വാസത്തിൽ നമ്മൾ ആരുടെ ജീവിതമാണ് ജീവിക്കുന്നത്? പുത്രൻ്റെ ജീവിതം. അപ്പോൾ പുത്രൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫെയ്ത്ത് ലൈഫാണ്. നമ്മുടെ മുമ്പിൽ എപ്പോഴും കാഴ്ചയുള്ള ജീവിതവും വിശ്വാസത്താലുള്ള ജീവിതവും ഉണ്ട്. മിക്കവാറും നമ്മൾ ജീവിക്കുന്ന കാഴ്ചയല്ല. അവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൻ ശരിയാവില്ല. നിങ്ങൾ എത്ര പേരും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? അപ്പോൾ കാഴ്ചയല്ല, വിശ്വാസം നോക്കി അവനെ ശരിയാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഫെയ്ത്ത് ലൈഫ്. എൻ്റെ കയ്യിലെങ്കിൽ ഒന്നുമില്ല പാസ്റ്റർ, എന്ത് ചെയ്യും? കാഴ്ചയിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല. പക്ഷെ കർത്താവ് കൂടെ ഉണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫെയ്ത്ത് ലൈഫ്. ഓക്കെ. നമ്മുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭർത്താവ് സുവിശേഷത്തിന് വിരോധം, ഭയങ്കര എതിര്, വഴക്ക്. ഭാര്യ പറയാണ്, ഇത്രയും നേരം ഭാര്യ മതം വെച്ച് അറ്റാക്കി വരുന്നു. നിങ്ങളെയൊക്കെ കർത്താവ് പിടിച്ചോളും, ഞാൻ കർത്താവിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ദീർഘമായ പ്രാർത്ഥന കേട്ടിരിക്കുമായിരുന്നു. ഭർത്താവ് അങ്ങ് മടുക്കും. പക്ഷെ ഇപ്പം ഭാര്യ മാറി, ഭാര്യ മരിച്ചു. ഇപ്പം ജീവിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ ഈ ഭർത്താവിനോട് സ്നേഹമാണ്, ഭാര്യയോട് സ്നേഹമാണ്. അടികൊള്ളുമ്പോഴും ക്രിസ്തു, അടികൊള്ളുമ്പോൾ നമ്മൾ മരിക്കും, ക്രിസ്തു ജീവിക്കും. ഈ പകരക്കാരനോട് മാത്രമേ, ക്രിസ്തു എന്ന ഒരൊറ്റ വഴിയിലൂടെ മാത്രമേ നമുക്ക് നീതിയുള്ളൂ. അതിന് വെളിയിൽ നീതിയില്ല. യേശു ക്രിസ്തു എന്ന ഇടുക്കുവാതിലൂടെ അല്ലാതെ ദൈവരാജ്യമില്ല, നീതിയില്ല, വിശുദ്ധിയില്ല, ഒന്നുമില്ല. നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വിശ്വാസത്താൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് തന്നെയാണ് നീതി. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് നമ്മുടെ ശുദ്ധീകരണം. ഓക്കെ. അപ്പോൾ ആത്മാവിനെ അനുസരിക്കുമ്പോൾ വി ആർ ലിവിങ് ദ ലൈഫ് ഓഫ് ജീസസ്.
ക്രിസ്തുവിൻ്റെ ജീവനാണ് ജീവിക്കുന്നത്. ജഡത്തെ അനുസരിക്കുമ്പോഴോ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനിത് വീഡിയോയിലൊക്കെ പലയിടത്തും പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്, എന്നാലും ലൈഫ് നടന്ന കാര്യം. ഞാനൊരു ദിവസം കോട്ടയത്തിനടുത്ത് ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തോടെ കാറിൽ പോയിരുന്നു. അപ്പം ഒരു ട്രാഫിക് ബ്ലോക്ക് വന്ന് ഞാനവിടെ നിർത്തി. പോലീസുകാർ തടഞ്ഞു നിർത്തി. പെട്ടെന്ന് പുറയുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ ബാക്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ടൈപ്പ് പവർ ബൈക്കുകളുണ്ടല്ലോ, സൂപ്പർ ബൈക്കുകൾ, അതൊരെണ്ണം സ്പീഡിലിങ്ങ് വന്നു. എന്നിട്ട് എൻ്റെ വണ്ടിയുടെ ബാക്കിലോട്ട് ഒരൊറ്റ ഇടി, ബമ്പർ. ഞാൻ 2 മിററിലൂടെ നോക്കി, 2 ഇങ്ങനെ തള്ളിയിരിപ്പുണ്ട് വെളിയിലേക്ക് ഈ. അപ്പോൾ അവൻ ആ ഇടി കഴിഞ്ഞിട്ട് എൻ്റെ സൈഡിലൂടെ വന്ന് ഡ്രൈവറുടെ സൈഡിൽ നിർത്തി. അവനും പോകാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലോക്കാണ്. ഞാൻ വിൻഡോ താത്തിയിട്ട് ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ബ്രേക്ക് കിട്ടിയില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചപ്പോൾ നിനക്ക് അതിൻ്റെ കൂടെ ബ്രേക്ക് കിട്ടിയില്ലായിരുന്നു ചോദിച്ചു. അത് ജഡമാണോ ആത്മാവാണോ ചോദിച്ചത്? ജഡമാണോ ആത്മാവാണോ ചോദിച്ചത്? ജഡം. ഉടനെ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ആ നിൻ്റെ കാറിനേക്കാളും ആ ബൈക്കിനേക്കാളും വിലയുള്ളവനാണ് അതിനകത്ത് മുകളിൽ കയറിയിരിക്കുന്നത്. അപ്പം ഞാൻ പുറത്ത് നോക്കിയപ്പോൾ എൻ്റെ 8,000 രൂപയെങ്കിലും പോക്കാണ്, കയ്യിൽ നയ പൈസ ഇല്ല. പക്ഷെ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നിൻ്റെ കാറ് മുഴുവൻ പോകുന്നതിനേക്കാളും വിലയാണ് ആ ബൈക്കിന് മുകളിൽ ഇരിക്കുന്നവന് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുവാണ്, ആത്മാവിൽ നോക്കുമ്പം വാല്യൂ ആർക്കാ? ആത്മാവിനാ. കാഴ്ചയിൽ നോക്കുമ്പോൾ വാല്യൂ ഏതിനാ? അപ്പോൾ ഒരു നിമിഷം കൊണ്ട് എൻ്റെ തല മറിഞ്ഞു. അതാണ് ഫെയ്ത്ത് ലൈഫും കാഴ്ച ലൈഫും. ഫെയ്ത്ത് ലൈഫിലേക്ക് നോക്കി കഴിഞ്ഞപ്പം എനിക്ക് അവനോട് സ്നേഹം തോന്നി. ഞാനവനെ നോക്കി ചിരിച്ചു. അപ്പോഴേക്കും ട്രാഫിക്ക് ക്ലിയറായി. അവൻ ഒറ്റ പോക്കും പോയി. ഇങ്ങനത്തെ കൈ കൊണ്ട് കാണിച്ചിട്ട് താങ്ക് യു പറഞ്ഞിട്ട് ഇടിച്ചിട്ട് ഇനി ഞാനിത് നന്നാക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഈ ഫെയ്ത്ത് ലൈഫ് തരുന്ന ഒരു ആനന്ദം ഭയങ്കരമാണ്. ഞാൻ വിചാരിക്കുകയാണ്, ആ കാർ മുഴുവൻ പോയാൽ അവനോടുള്ള സ്നേഹം ഉള്ളിൽ വരുവാ. ഇതെനിക്ക് വരികയില്ല. ഞാൻ വെറും പൊട്ടനാണ്. എൻ്റെ മൈൻഡിൽ ഒരു നന്മയും ഇല്ല, എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു പകരക്കാരനുണ്ട്. എത്ര പേർക്ക് മനസ്സിലായത്? ഈ ആത്മാവിൻ്റെ അനുസരണം, അതവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിക്കുമ്പം അത് ഭാഗികമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റ് ഒന്നും ആകത്തൊന്നുമില്ല. ഞാൻ അയാളൊന്നും ഒരു നന്മ ചെയ്തില്ല. അകത്തേക്ക് വന്ന ആ ഒരു സമാധാനം, ദൈവരാജ്യത്തിൻ്റെ ഫലമായൊരു സമാധാനം. അത് പോയാൽ പോട്ടെ, ഇതിനേക്കാൾ എത്ര വിലയുള്ളവനാണ് ആ ബൈക്കിന് മുകളിൽ ഇരിക്കുന്നത്. രക്ഷപ്പെട്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് കാണുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ നന്നായില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ദിവസം ഞങ്ങളുടെ തോപ്പുംപടിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ തോപ്പുംപടി ടൗണിലോട്ട് വരുന്ന വഴിക്ക് എൻ്റെ വണ്ടി ഇങ്ങനെ പോകുന്നു. വേറൊരു ഓട്ടോക്കാരൻ ഇതിലെ വേറൊരു T ജംഗ്ഷനാണ്, അതിലിങ്ങനെ ഓട്ടോ വന്നിട്ട് അവൻ എൻ്റെ വണ്ടിയോട് ചേർത്ത് ഒരസിക്കൊണ്ട് പോകുന്നു. കടകടകടാന്ന് ശബ്ദം കേട്ടു. ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി. പഴയ അതേ ചോദ്യം, എന്ത് പറ്റി? അപ്പോൾ പുള്ളി പറഞ്ഞു, സ്റ്റിയറിങ്ങിൽ പിടിച്ചിട്ട് കിട്ടിയില്ലെന്ന്. മറ്റേതെന്തായിരുന്നു? ബ്രേക്കായിരുന്നു. പക്ഷെ പഴയ ജഡത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ഇനി എൻ്റെ ജഡം എഴുന്നേക്കരുത്. ഞാൻ പറഞ്ഞു, കർത്താവേ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് വണ്ടിയിൽ കയറി. എൻ്റെ വണ്ടി കുറച്ച് പൊളിഞ്ഞു, ഒരു സൈഡ് വലിയൊരു സ്ക്രാച്ച് വീണു. ഞാൻ രണ്ടും കൽപ്പിച്ച് പോട്ടെ, അത് ജഡമാണ് പകുതി. അത് ജഡമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് കർത്താവ് കൊണ്ട് ഞാൻ നന്നായതാണെന്ന് വിചാരിച്ചു. നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അന്നേരത്തിന് ഓട്ടോയുടെ പുറകിരുന്ന യാത്രക്കാരൻ പറയാം, നിനക്ക് കാർ റൂട്ടിൽ ഓടിക്കുമ്പോൾ മര്യാദയ്ക്ക് നോക്കി ഓടിക്കേണ്ടതെന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ ജഡം ആ അഡ്രിനാലിൻ പാഞ്ഞു വന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനൊന്നും നന്നാകുകയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഫ്രണ്ടിരുന്ന ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന പറഞ്ഞു, നമ്മുടെ കുറ്റവാടാ മിണ്ടാതിരി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് കയറിപ്പോയി. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് മനുഷ്യൻ, ഇത്രേ പറ്റുള്ളൂ. ജഡം. ദൈവത്തിന് പ്രസാദം ഉണ്ടോ? ഒന്നുമില്ല. ഞാനൊന്ന് നോർമലാവാൻ 5 മിനിറ്റ് എടുത്തു. ഈ വിശ്വാസത്തിലല്ലാത്തപ്പോഴെല്ലാം നമ്മൾ പോക്കാം. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിത്യജീവനാണ്. അതാണ് ഇനി താഴോട്ട് വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ പല പ്രാവശ്യം തോറ്റാലും ഈ ആത്മാവ് നമ്മൾ എഴുന്നേൽപ്പിച്ച് നടത്തും. അതാണ് അപ്പൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു വീരനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഒരു ഗുണമില്ലാത്തവനാണെന്നല്ലേ മനസ്സിലായത്? നമ്മളെല്ലാം അങ്ങനെയാണ്.
ഈ ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുകയും വിശുദ്ധീകരണത്തിലേക്ക് നടത്തുകയും നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാനും നമ്മളെ വെറുത്ത് ഉപേക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന നമ്മൾ ചെയ്യുന്ന ദ ഹോളി സ്പിരിറ്റ് ഡസ് ദാറ്റ്. ആ ആത്മാവാണ് ഈ അത്ഭുത കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ കാഴ്ചകൾ? ദൈവം എങ്ങനെയാണ് നോക്കുന്നത്? ചില സ്ഥലത്തൊക്കെ ആൾക്കാർ വിളിക്കുമ്പം ഞാൻ ഒരു ആളോടും ഞാൻ മീറ്റിങ്ങിന് മുമ്പ് എത്ര പേരുണ്ടാവും ഞാൻ ചോദിക്കാറില്ല. കാരണം കാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്നതാണ് കാര്യം. എന്നാൽ ആത്മാവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ആളെ ഉദ്ദേശിച്ചായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ വന്നത്. ഒരൊറ്റ ആൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ചിലപ്പം കർത്താവ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്. ദൈവത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. കാരണം ദൈവത്തിൻ്റെ കാഴ്ച അങ്ങനെയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ആകെ ജീവിതത്തിൽ ഒരൊറ്റയാളെ ആയിരിക്കും വിശ്വാസത്തിൽ കൊണ്ടുവന്നേക്കുന്നത്. അയാളായിരിക്കും നാളത്തെ DL മോഡി. ആർക്കറിയാം? DL മോഡി വഴിയെ കിടന്നൊരു ട്രാക്ട് വായിച്ചിട്ടാണ് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മശക്തി വളരെ കുറവ്. ഇനി ആ ആളാണോ അങ്ങനെ രക്ഷിക്കപ്പെട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ട്രാക്ട് എഴുതിയവൻ അറിഞ്ഞോ 20 മില്യൺ ആൾക്കാരുടെ സുവിശേഷം പറയാൻ പോകുന്നവനെയാണ് ഞാൻ രക്ഷിച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ക്രൂസൈഡൊന്നും കർത്താവ് നടത്തിയില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. അവസാനം വന്നപ്പോഴേക്കും ഓശാന ദിവസം എല്ലാവരും ആർത്തു വിളിച്ചു രാജാവായിട്ട് ഇപ്പോൾ യെരുശലേമിലോട്ട് കയറുമെന്ന് വിചാരിച്ചു. യെരുശലേമിലോട്ട് കയറിയത് നേരെ ആലയത്തിലേക്കാണ്. അവർ വിചാരിച്ചത് ഇതോടുകൂടി യെരുശലേം പിടിച്ചടക്കാൻ പോകുമെന്ന് വിചാരിച്ചത് രാജാവായിട്ട്. ഞങ്ങളുമുണ്ട് കൂടെ, യഹൂദന്മാരുടെ രാജാവായി വന്നവൻ ഓശാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പാടി. പിന്നെ മനസ്സിലായത് ആലയത്തെക്കുറിച്ച് മാത്രമാണ് കർത്താവിൻ്റെ എരിവെന്നുള്ള കാര്യം മനസ്സിലായത്. അതോടുകൂടി ജനം മനസ്സിലായി ഇവൻ്റെ പുറകെ നടന്ന മെശിഹായ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ആരെയും സഹായിക്കാനും പോകുന്നില്ല, രാജ്യവും സ്ഥാപിക്കാൻ പോകുന്നില്ല, അവസാനം നമ്മൾ തട്ടിപ്പോവും, അതിനേക്കാൾ ഭേദം ഇവനെ അങ്ങ് ക്രൂശിക്കുന്നതെന്ന് ജനം തീരുമാനിച്ചു. ജനത്തിൻ്റെ പുകഴ്ചയും ആരവവും ഒക്കെ അത്രയേ ഉള്ളൂ. ഈ ആരാവാരം കൂടി വരുന്നതല്ലാതെ ഒരു പ്രയോജനവും കാണുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ അവസ്ഥ. എങ്ങനെയാണ് പാപത്തെ ജയിക്കുന്നത്? ഇനി നമ്മൾ 8-ാം അധ്യായം, ഈ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു അധ്യായമാണ്. അത് വായിച്ചാലും തീരെയില്ല. ഞാനത് ചില പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 9-ാം വാക്യം മുതൽ വായിക്കാം. ഇത് കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വിശദമായ കമൻറ്ററി യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. പക്ഷെ നേരിട്ട് കേൾക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആത്മാവിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് ബെറ്റർ. ബട്ട് ഈവൻ ദെൻ വേർഡ് ഓഫ് ഗോഡ് ഇതിനെ വേണേലും ഏത് മാധ്യമത്തിലൂടെയും വരാം. സോ ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ഇൻ ദ യൂട്യൂബ്. ഇത് ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാം. 9-ാം വാക്യം, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വസിക്കുന്നുണ്ടോ അതോ കൈയടിക്കുമ്പോൾ വരുന്നിട്ട് പോവാണോ? വസിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ? വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. അടുത്ത വാക്യം, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുന്നത്. അപ്പോൾ ആത്മാവുള്ളവർക്കെല്ലാം ജഡസ്വഭാവത്തെ ജയിക്കാൻ പറ്റും. കാരണം ഈ ആത്മാവിനാലാണ് അതിനെ ജയിക്കുന്നത്, വിശ്വാസത്താലാണ് അതിനെ ജയിക്കുന്നത്. ഏത് ജീവിത സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, ഇന്ന് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും ജോലി സ്ഥലത്തും ഏത് സമയത്തും ക്രിസ്തു എന്നൊരു പകരക്കാരൻ എനിക്കുണ്ട്. അവൻ്റെ ക്യാരക്ടറിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ബൈ ഫെയ്ത്ത് ഐ ക്യാൻ ഫോർഗെറ്റ്, ഫോർഗീവ് ആൻഡ് ലവ്. ഓക്കെ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, കണ്ടോ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരം പാപനിമിത്തം മരിച്ചു പോകേണ്ടതാണ്, മണ്ണിനടിയിൽ പോകേണ്ടതാണ്. എന്നാൽ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് ജീവനാന്ന് പറയാൻ കാരണം? അതിൽ ക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം വായിച്ചപ്പോൾ പറഞ്ഞത് സുവിശേഷത്തിന് നമ്മളെല്ലാവരെയും രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ആ നീതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിമിത്തമാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ജീവൻ ആകുന്നു. ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പോൾ ദൈവം നമ്മളെ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ, ആത്മാവിനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവം നീതിമാന്മാരായിട്ടാണ് കണക്കിടുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം നിങ്ങൾ ഓർമ്മയുണ്ടോ? ഇതെല്ലാം കണക്ട് ചെയ്ത് ഓർക്കണം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിവസം പഠിപ്പിച്ച് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ മറന്നു കാണും. വീട്ടിൽ പോയി വായിച്ചായിരുന്നു അത്? വായിച്ചെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വായിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് മറന്നിട്ടുണ്ടോ? ശരിക്കും മറന്നില്ലേ? എന്തുകൊണ്ടാണ് മറന്നെന്നറിയാം? ഇത് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. അത് വഴിയിൽ വിതയ്ക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ കഥകളെല്ലാം നിങ്ങൾ ഓർക്കും, വചനം ഓർക്കില്ല. കാരണം വചനം വിത്ത്, അത് കാക്ക കൊത്തിക്കൊണ്ടുപോകും. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം, പിള്ളേരുടെ പഠിത്തം, വീട്ടിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ കാക്കകൾ.
ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, യാത്ര, ട്രാഫിക് എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു 5-6 കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഈ കാക്കകളെല്ലാം കൂടെ വന്ന് ഇത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ, അകത്ത് കിടക്കാനൊന്നും സമയം കിട്ടില്ല. പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. കഥ ഓർക്കും. നമുക്ക് കഥ കേൾക്കാനും ഓർക്കാനും പണ്ട് തൊട്ട് ഇഷ്ടമായതുകൊണ്ട് കിഴവി കഥകളും അതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ വചനം മാത്രം മറന്നുപോകും. ഞാൻ പ്യുവർലി വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. എനിക്ക് നല്ലപോലെ അറിയാം നിങ്ങൾ മിക്കവാറും മറന്നു എന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, രക്ഷപ്പെടണമെങ്കിൽ എന്നെ വിട്ടേക്ക്. ഈ റോമാലേഖനം നിങ്ങൾ ഒന്നുകൂടെ വായിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും. വായിക്കേ. ഓക്കെ, വായിക്കുമല്ലോ. അല്ല, ഇതൊക്കെ നഷ്ടമാണ്. ഞാനൊരു ചർച്ച ചെന്ന് ഒരേ വിഷയം 5-6 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. അവരാരും അറിഞ്ഞില്ല, കാരണം അവർ മറന്നുപോയായിരുന്നു ഫുൾ. ഞാൻ മനഃപൂർവ്വം പ്രസംഗിച്ചതാണ്. കാരണം പ്രസംഗിച്ച് തുടങ്ങുമ്പോഴേ അറിയാം ജനത്തിനൊന്നും അറിയത്തില്ലെന്ന്. കാരണം മറന്നുപോയി. ഞാൻ വിചാരിക്കും നിങ്ങളോട് അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പോൾ പിന്നെ ഒന്നുകൂടെ പറയും. അവരെല്ലാം പൊതുവായിട്ട് കേൾക്കുന്നത്. എന്തൊരു സന്തോഷം എന്നറിയോ, ഒരേ പ്രസംഗം തന്നെ 10 പ്രാവശ്യം. പിന്നെ എനിക്കത് എത്ര പ്രാവശ്യം പ്രസംഗിക്കാൻ നാണമില്ല. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരേ പ്രസംഗം പിന്നെയും പിന്നെയും പ്രസംഗിക്കും, ഒരു ലജ്ജ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എന്തിനാ? കാരണം a+b² = a² + 2ab + b² ഞാൻ ഇപ്പോഴും സ്പീഡിൽ പറയാനുള്ള കാരണം എൻ്റെ ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്താത്തതുകൊണ്ടാണ്. അപ്പുറത്തെ ചർച്ച ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചതാ, ഇനി ഇപ്പുറത്തെ ചർച്ചിൽ ഞാനിത് പ്രസംഗിക്കില്ല, ഞാൻ ഒരിടത്ത് ഒരു പ്രസംഗമേ ഒരു നാട്ടിൽ പ്രസംഗിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ നല്ല ടീച്ചേഴ്സല്ല. നല്ല ടീച്ചേഴ്സ് അവസാനത്തെ കുട്ടി പഠിക്കുന്നവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അവരൊരു പ്രസംഗം വേറൊരു പിന്നെ പറയൂല. അത്രേ എന്താ മിടുക്കനാന്ന് ആലോചിക്കേ. a+b² = a² + 2ab + b². സാറിനോട് സാർ ഒന്നുകൂടെ പറയൂല. സാർ പ്ലീസ് മനസ്സിലായില്ല. ഞാനൊരു പ്രസംഗം ഒരിക്കൽ മാത്രമേ പറയുള്ളൂ. എങ്ങനെയുണ്ട്? ഒരാൾ പോലും ഒന്നും പഠിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണെങ്കിൽ ഇനി ഒരു 5 ദിവസം കൂടെ വന്ന് ഇത് തന്നെ പിന്നെയും പറയാൻ എനിക്കൊരു നാണവും ഇല്ല. എനിക്കതിന് പൈസ തരണ്ട, വണ്ടിക്കൂലിയും തരണ്ട. കാരണം കർത്താവിൻ്റെ ഹൃദയത്തോടെയാണ് ഒരു ശുശ്രൂഷകൻ നടക്കുന്നത്. നിങ്ങൾക്കിത് ഗ്രഹിക്കുന്നവരേ നിങ്ങളുടെ പുറകെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് പിന്നെയും പിന്നെയും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തോണം. കാരണം ഈ അടിസ്ഥാനങ്ങളില്ലാതെ നമുക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റിയല്ല. ഇത് അപ്പോസ്തലിക ഉപദേശത്തിൽ ആദ്യത്തെ ഭാഗമാണ് റോമാലേഖനം. ഈ റോമാലേഖനം പഠിച്ചാലേ ബാക്കി ലേഖനങ്ങൾ പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നും പറക്കി വായിക്കുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതേ പ്രസംഗം ഇനി ഇവിടെ വന്നാലും ചിലപ്പോൾ പറഞ്ഞു തരും, ഇത് ഓർമ്മയില്ലെങ്കിൽ. അതുകൊണ്ട് ഇത് ഓർമ്മിച്ചോ, എന്നാൽ പിന്നെ അടുത്ത പ്രസംഗം പ്രസംഗിക്കാം. അത്രയേ ഉള്ളൂ. പഠിച്ചാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ABC ഒക്കെ നമ്മൾ ഇപ്പോഴും മറക്കാത്തത്. എത്ര പ്രാവശ്യം ഇത് എഴുതിയത്, എത്ര പ്രാവശ്യം സാറ് പറഞ്ഞു കൊടുത്തത്. ഞാൻ ഡിവിഷൻ എയിൽ ഞാനിത് പഠിപ്പിച്ചതാണ്. ഡിവിഷൻ ബിക്കാർ വേറെ പാഠം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നാണെന്നറിയോ? ഇയാൾ വചനം പ്രസംഗിക്കാനല്ല വന്നത്, അയാളുടെ കഴിവ് കാണിക്കാനാണ് വന്നതെന്ന് എൻ്റെ അർത്ഥം. എനിക്കിതൊക്കെ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്, പഠിപ്പിക്കാൻ വന്നതല്ല. ഈ സുവിശേഷകനും ടീച്ചറിനും നാണമില്ല. സുവിശേഷകനാകെ പറയാൻ ഒരു കാര്യമുള്ളൂ, ഏത് സാധിച്ചു നിന്നാലും കർത്താവ് നിനക്ക് വേണ്ടി മരിച്ച് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടും, നീ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. അത് തന്നെ. ടീച്ചർ ഒന്ന് പഠിപ്പിക്കുന്നത് തന്നെ, നിങ്ങളെല്ലാം പാപികളാണ്, നിങ്ങൾക്ക് ജയിക്കാൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ, ക്രിസ്തു നിങ്ങളിൽ വസിക്കാതെ നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയില്ല. അത് തന്നെ. അത് ഉറച്ചാലേ അടുത്തേലിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനല്ല, ക്രിസ്തു അത്രേ. എനിക്കൊരു നീതിയുമില്ല, നന്മയുമില്ല. അവന് വീട്ടിലോട്ട് എന്നിട്ട് ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി എന്നൊന്നും പറയില്ല. കാരണം ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ ഭർത്താവിനെ നോക്കുമ്പോൾ, ഭാര്യയെ നോക്കുമ്പം, മക്കളെ നോക്കുമ്പം അവരെക്കാൾ ഭേദമാണ് ഞാനെന്ന് തോന്നില്ല. കാരണം ഞാൻ തകർന്ന് കർത്താവിന് മുമ്പിൽ ഒന്നുമില്ലാതെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ മക്കളെ ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റാതെ ഞാൻ പാടുപെട്ടിട്ടുണ്ട്. അവരെ നോക്കുമ്പോൾ അവരെന്നേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നും. പിന്നെ എങ്ങനെ തല്ലും? കാരണം ഈ കർത്താവിൻ്റെ സുവിശേഷം അകത്തോട്ട് വരുമ്പം അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യ പെയിൻ. ഈ ലോകത്ത് എന്നെപ്പോലെ മോശമായ ഒരാളില്ല, എന്നെപ്പോലെ കരുണ ലഭിച്ച ഒരാളില്ല. നിങ്ങൾക്കറിയാം കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാരാന്ന്? ആരാ? പറ. ആർക്ക് പറയാം? ആർക്ക് പറയാം? പറ. യോഹന്നാനല്ല. ഒരു ചാൻസ് കൂടെ തരാം. യൂദായോ അല്ല, പത്രോസും അല്ല. ആരാന്ന് പറയാമെങ്കിൽ പ്രത്യേകിച്ചൊന്നും തരില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് ചുമ്മാ പറയാം. ആരാ? നോ. ഹെരോദാവോ? ആരാ? അല്ല, യാക്കോബ് ഒന്നുമല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നോട് ദേഷ്യം വിചാരിക്കരുത്, അത് ഞാനാ. യോഹന്നാനാ പറഞ്ഞത്,
യേശു എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാൻ്റെ ലേഖനത്തിൽ മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടില്ല യോഹന്നാനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിഷമം തോന്നിയേനെ, പാവം മത്തായിന്ന് തോന്നിയേനെ. പക്ഷെ അങ്ങനെ മത്തായിക്ക് തോന്നിയിട്ടില്ല. യോഹന്നാൻ നോക്കിയപ്പം അധികം വിളച്ച് കിട്ടിയത് യോഹന്നാന്. വലിയ പാപി യോഹന്നാനായിരുന്നു. ഇത്തിരി കഴിഞ്ഞിട്ട് കേട്ടില്ല. ഓക്കെ, അപ്പം യോഹന്നാന് തോന്നി ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണ്. അതുകൊണ്ട് പത്രോസിനെ സ്നേഹിക്കാൻ കർത്താവിന് ഒരടി താഴോട്ട് ഇറങ്ങി വന്നുള്ളൂ. എന്നെ രക്ഷിക്കാൻ കർത്താവ് പല അടികളാണ് ഇറങ്ങി വന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആരെയാ? അപ്പോൾ യോഹന്നാനെ സ്നേഹിക്കാൻ 10 അടി ഇറങ്ങി ചെന്നെങ്കിൽ ഈ ചേസിനെ സ്നേഹിക്കാൻ എത്ര അടിയായിരിക്കും ഇറങ്ങി ചെന്നത്? അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്നേഹിച്ചത് ആരെയായിരിക്കുള്ളൂ? എന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഏത് ശിഷ്യനും പറയാം, എന്നെയാണ് യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. കാരണം എന്നെപ്പോലൊരു പാവി എൻ്റെ വീട്ടിലല്ല, നാട്ടിൽ പോലും ഇല്ല. ഞാൻ സത്യം പറയുന്നത്, ഞാൻ ചുമ്മാ ഗമയ്ക്ക് പറയുന്നതല്ല. ഞാൻ പാവിയാന്ന് പറയുന്നതിന് ഇന്നൊരു ഗമയാണ്. ഞാൻ ഗമയെ പറയുന്നില്ല, നിവൃത്തിയിലുകൊണ്ട് പറയുന്നത്. ദ ലോർഡ് ലവ്ഡ് മീ ദ മോസ്റ്റ് എന്നുള്ളത് എൻ്റെ അകത്ത് വരുന്ന റെവലേഷനാണ്. എന്നെ ഇത്രയേ സ്നേഹിച്ചില്ലായിരുന്നു എന്നെ രക്ഷിക്കാൻ കർത്താവിന് തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എത്രമാത്രം നുറുങ്ങുന്നോ, എത്രമാത്രം ന്യായപ്രമാണത്താൽ നമ്മുടെ ലംഘനങ്ങൾ പെരുകി കാണപ്പെടുന്നു, അപ്പോഴല്ലേ നമുക്ക് ഒന്നുമല്ലായ്മ തോന്നുന്നത്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ എത്ര വലിയ കൃപയാണ്. പ്രമാണത്താലാണ് നമ്മുടെ ലംഘനങ്ങൾ പെരുകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ തകർന്ന മനസ്സാണ് ഏറ്റവും നല്ല ആരാധന. ആ വർഷിപ്പ് ദൈവത്തിന് പോകുന്നത് ആ തകർന്ന മനസ്സിൽ നിന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അത് കായിൻ്റെ ആരാധനയായിട്ട് മാറും. കർത്താവെ കണ്ടോ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ വിശ്വസ്തതയായി ജീവിച്ചിട്ട് വന്നിരിക്കുകയാണ്, പരീക്ഷ മാറി നിൽക്കുക. അപ്പുറത്തൊരു ചുങ്കക്കാരൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം, കർത്താവെ പാപിയാ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. കാരണം ക്രിസ്തു അല്ലാത്തൊരു റൈച്ചസ്നെസ് നമ്മൾ ഉയർത്തി കാണിക്കാൻ അതിനർത്ഥം ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ അതിനൊരു പ്രയോജനമുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നീതി അനുഗമിക്കുമ്പോഴൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീശൻ്റെയും ശാസ്ത്രിയുടെയും ജഡത്തിൻ്റെയും എല്ലാം നീതിയെ കവിയുന്ന ഒരു നീതി നമുക്കുണ്ടാകും. അതുണ്ടാകാനുള്ള കാരണം ഇത് നമ്മുടെ മനസ്സിനെ മാറ്റുന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കൊണ്ട് നിറയ്ക്കുമ്പോൾ വേറെ ഏത് മനുഷ്യൻ ജഡം കൊണ്ട് അധ്വാനിക്കുന്നതിനേക്കാളും കൂടുതൽ നീതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അത് പ്രവൃത്തിയായിട്ട് വരുന്നതിനെയാണ് വിശുദ്ധീകരണത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഉദാഹരണം കർത്താവ് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാൻ സ്നാപകനേക്കാളും വലിയവനായിട്ട് ആരുമില്ല, അവനാണ് മാക്സിമം ബെസ്റ്റ്. പക്ഷേ ദൈവരാജ്യത്തിനകത്ത് കയറിയ ആത്മാവുള്ള ഒരുത്തൻ അവനേക്കാളും വലിയവനാണ്. കാരണം അവൻ്റെ ഉള്ളിലുള്ളത് ക്രിസ്തുവാണ്. ഇനി നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ട് അങ്ങനെ വരുന്ന അടുത്ത വാക്യോട് വായിക്കാം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇപ്പം നമ്മുടെ ഈ മരിച്ചു പോകുന്ന ശരീരമുണ്ട്. നമ്മൾ നേരത്തെ എന്താ പ്രാർത്ഥിച്ചത്? മരണകരമായ ഈ ശരീരത്തിൽ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അതിൻ്റെ ഉത്തരം ഇതാണ്, ഈ ശരീരം ഉൾപ്പെടെ ദൈവം രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കും? നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ ആ ആത്മാവ് ഈ ശരീരത്തെയും ഉയർപ്പിക്കും. ഓക്കെ, ആകയാൽ സഹോദരന്മാരെ, നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നു. അപ്പോൾ ജഡം അനുസരിച്ച് ജീവിക്കരുത്. നമ്മളിതിനെ എങ്ങനെ ജീവിക്കണം? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ഓക്കെ, 14-ാം വാക്യം പറയാണ്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ നമ്മൾ അവകാശികളാണ്, മക്കളല്ലേ. എന്തിൻ്റെ അവകാശികളാണ്? ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളുമാണ്. എന്താണ് കൂട്ടവകാശം? ഒരപ്പന് 2 പിള്ളേർ. ആദ്യത്തെ കുട്ടിയുടെ പേര് എ, രണ്ടാമത്തെ കുട്ടിയുടെ പേര് ബി. അപ്പന് 10 ഏക്കർ സ്ഥലമുണ്ട്. ഈ 10 ഏക്കർ സ്ഥലം വിഭജിക്കുന്നതിന് മുമ്പ് എക്കും ബിക്കും അതിനകത്ത് കൂട്ടവകാശമാണ്, അല്ലേ? ആണോ? വിഭജിച്ച ശേഷം 5 ഏക്കർ എക്കും 5 ഏക്കർ ബിക്കും കൊടുത്തു കഴിഞ്ഞാൽ
എക്ക് കൂട്ടവകാശമല്ല ബിയുമായിട്ട് സെപ്പറേറ്റ് അവകാശമാണ്. ഓക്കെ. എന്നാൽ എക്കും എയുടെ ഭാര്യയ്ക്കും ഈ ആദ്യത്തെ 5 ഏക്കറിൽ കൂട്ടവകാശമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞാൽ നമുക്ക് പിതാവ് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും തരുന്നില്ല. എന്ന് പറഞ്ഞാൽ കൂട്ടവകാശമാണ് തരുന്നത്. ക്രിസ്തുവിനുള്ളതിലെല്ലാം പങ്കാളിത്തം, അതാണ് നമ്മുടെ അവകാശം. ക്രിസ്തുവിനില്ലാത്തത് ഒന്നും നമുക്ക് അവകാശമല്ല. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. എന്തേ പ്രാർത്ഥിക്കാവൂ? ക്രിസ്തുവിനുള്ളതിലാണ് നമുക്ക് കൂട്ടവകാശം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി മാറിയവരാണ്. അപ്പം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ, നിന്നെ നടത്തിയ അതേ ആത്മാവ് എനിക്കും വേണം. ഓക്കെ, അവകാശമാണ്, തന്നിരിക്കും. നിന്റെ വീടാണ് എൻ്റെ വീട്, യെസ്, കൂട്ടവകാശമാണ്. ആ വീട്ടിലേക്കാണ് ഞാനും പോകുന്നത്, അതെനിക്ക് അവകാശമാണ്. നിന്റെ നീതി, വിശുദ്ധി, തേജസ് അവകാശമാണ്. കാരണം അത് ക്രിസ്തുവിനുള്ളതാണ്, അവൻ്റെ ധനമാണ്. അതിലെല്ലാം എനിക്ക് കൂട്ടവകാശമാണ്. കാരണം അവൻ എൻ്റെ മണവാളനാണ്, അവൻ്റെ കൂടെയാണ് എൻ്റെ അവകാശം. ഇവിടെ സ്വത്ത് നമുക്ക് അവകാശമല്ല. ചിലപ്പോൾ ദൈവം തരുമായിരിക്കും, ചിലപ്പോൾ തരില്ലായിരിക്കും. ഇവിടെ വീട് നമുക്ക് അവകാശമല്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. പക്ഷെ സ്വർഗത്തിലെ വീട് നമുക്ക് അവകാശമാണ്. കാരണം എന്താ? അത് ക്രിസ്തുവിനുണ്ട്. അപ്പോൾ നമുക്കുള്ള അവകാശങ്ങളെല്ലാം കൂട്ടവകാശമാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളായതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്. അപ്പോൾ ഇവിടെ അവകാശമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ? അടുത്ത വാക്യം, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടത്, അതായത് അവൻ്റെ അവകാശത്തിൽ പങ്കാളികളാകേണ്ടതിന് നാം അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ ഇവിടെ കർത്താവിന് എന്താ ഉണ്ടായിരുന്നത്? കഷ്ടം. അപ്പോൾ നമുക്ക് എന്തുണ്ട്? കൂട്ടവകാശം. അത് വേണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? അടുത്ത വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ പറയും. കാരണം കർത്താവിൻ്റെ അവകാശം എനിക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കിതൊന്നും നേരിടാനൊരു പ്രയാസവുമില്ല. കാരണം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണു സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇനി അടുത്ത കുറേ ഞരക്കങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ സാൽവേഷൻ്റെ പ്രധാനപ്പെട്ട തോട്ട് പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും 9ഉം 10ഉം അധ്യായങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും ടൈം കിട്ടില്ലായിരിക്കും. ഓടിച്ച് നമുക്കൊന്ന് പോകാം. ഓക്കെ, ഓടിച്ച് 26-ാം വാക്യം മുതൽ വായിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ രക്ഷയിൽ നിലനിന്ന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥന ഉയരും. ഈ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല. അത് ആത്മാവ് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് എനിക്ക് മറുപടി തരുവാണെങ്കിൽ ഞാൻ എങ്ങനെയാവും? ആരെപ്പോലെ ആവും? ഞാൻ പറയണം, കർത്താവേ, എനിക്കിപ്പോൾ 2 കോടി രൂപ വേണം, ഉടൻ 2 കോടി രൂപ. എനിക്കൊരു വീട് വേണം, ഒരുത്തൻ വീട്. എനിക്ക് എന്താ സൗന്ദര്യം വേണം, ഉടനെ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എന്താ ബെസ്റ്റ് ഹാൻഡ്സമായിട്ട് ഞാൻ മാറുന്നു. എനിക്ക് വയസ്സ് 19 ആകുമ്പോഴാണ് എനിക്കൊരു 30 വയസ്സുകാരനായിട്ട് പിന്നെ മാറണം, 30 വയസ്സ്. ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ എല്ലാം കിട്ടുന്നല്ലേ? ചോദിച്ചെല്ലാം തരുവാണെങ്കിൽ ഞാൻ ആരെ പോലെ ആവും? യേശുവിനെ പോലെ ആവുമോ? എവിടെ? നമ്മൾ യേശുവിനെ പോലെ ആകാനൊന്നും ചോദിക്കില്ല. നമ്മൾ ചോദിക്കുന്ന മുഴുവൻ സമ്പത്തും പൈസയും, നമ്മുടെ പിള്ളേർക്ക് റാങ്കും, നമുക്ക് നല്ല ജോലിയും, നമുക്ക് നല്ല വീടും. വീട്ടോട് എന്ത് കയറുമ്പോൾ ഈ വീട് സുഖമില്ല, കുറച്ചുകൂടെ നല്ല വീട് തന്നെ. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ അവസാനം ഈ ലോകത്തിൻ്റെ പ്രഭുവായിട്ട് മാറിയേനെ. ഏറ്റവും പൈസയുള്ള ആൾ, ഏറ്റവും സമ്പത്തുള്ള ആൾ, ഏറ്റവും ആരോഗ്യമുള്ള ആൾ, ഏറ്റവും സൗന്ദര്യമുള്ള ആൾ, ഏറ്റവും അധികാരമുള്ള ആളായിട്ട് മാറിയേനെ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ 666 ആയില്ലെങ്കിലും ഒരു 66 ആയേനെ. ഒരു അംബാനിയെ പോലെങ്കിലും ആയേനെ, ഏറ്റവും കുറഞ്ഞത്. പക്ഷെ കർത്താവ് അംബാനിയെ പോലെ ആക്കാൻ വേണ്ടിയല്ല ക്രൂശിൽ മരിച്ചത്, ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ മേല. അപ്പം ഞാനിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കൊരു ഭവനം. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയം കുറവാണ്. ഭവനം എന്ന് പറയും, നമുക്കൊരു ഭവനം വേണം. കർത്താവ്, എനിക്കൊരു ഭവനം തരുന്നതിനായി സ്തോത്രം. ആ ബായ്ക്ക് കട്ടിക്കൂടുന്തോറും നമ്മൾ കൂടുതൽ വിശ്വാസവും ആത്മീയതയുള്ളവരാണ്. ഭവനം എന്ന് തന്നെ പറയണം. അപ്പം കിടുങ്ങണം. അന്ധകാര ശക്തികളെ തടയുന്ന അന്ധകാര ശക്തികളെല്ലാം കിടുങ്ങി ഓടണം. അപ്പം എനിക്ക് പ്രാർത്ഥിക്കും, ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു വീട് തരുന്നതാണ് എന്നെ മാനിക്കുന്നതെന്ന്. എനിക്കെങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ മേല. ഞാൻ വിചാരിക്കുന്ന ദൈവം എനിക്കൊരു വീട് തരുമ്പം ദൈവം എന്നെ അങ്ങ് മാനിക്കുമെന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആത്മാവ് എനിക്ക് പറയാൻ പറ്റാത്തൊരു പ്രാർത്ഥന ദൈവത്തിനടുത്ത് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ വിവരക്കേടാ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ ഈ വീട് ചോദിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു ലിസ്റ്റുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആത്മാവ് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, കർത്താവെ, അവനെ
ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷകനും മിഷണറിയുമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവനിപ്പോൾ എറണാകുളത്ത് കുറ്റിയിടിക്കാനുള്ള പരിപാടിയാണ്, ആ വീട് കൊടുക്കല്ലേ എന്നാണ് ആത്മാവ് പറയുന്നതെങ്കിൽ ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്കത് കിടക്കാതെ. അപ്പോൾ എപ്പോഴും രണ്ട് പ്രാർത്ഥന ലിസ്റ്റുണ്ട്. ഒന്ന്, നമ്മളെ ഈ ലോകത്തിൻ്റെ പ്രഭുവാക്കി മാറ്റാനുള്ള നമ്മുടെ ആക്രാന്തത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, അത്യാസക്തിയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ. മറ്റൊന്ന്, എന്നെ യേശുവിനെ പോലെ ആക്കാൻ വേണ്ടി ഞെരങ്ങിക്കൊണ്ട് ആത്മാവ് നടത്തുന്ന പ്രാർത്ഥനകൾ. ഇതിലേതായിരിക്കും പിതാവ് കേൾക്കുന്നത്? ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ആത്മാവ് പറയുന്നേ ദൈവം കേൾക്കുള്ളൂ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, താഴോട്ട് വരുമ്പോൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അടുത്ത വാക്യം എന്തെന്നറിയോ? അവൻ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അതാ നന്മ. നമ്മളെല്ലാം അവസാനം യേശുവിനെ പോലെ ആകുന്നതാണ് നന്മ. അപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആത്മാവ് പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയായിരിക്കും, അയാൾ പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അയാൾ മക്കളായിരിക്കില്ല. അയാൾക്ക് ഈ ലോകത്തിൽ അവകാശം കൊടുത്ത് സെറ്റിലാക്കാനുള്ള ദൈവത്തിൻ്റെ പരിപാടിയായിരിക്കും. കാരണം എബ്രഹാമിൻ്റെ ദാസന്മാരുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുത്തപ്പോൾ ആർക്കാണ് അവകാശം കൊടുത്തത്? എബ്രഹാം ഇസ്ഹാക്കിനാണ് അവകാശം കൊടുത്തത്. അതുപോലെ നാട്ടുകാരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൊടുക്കുക. ചിലർ ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം കർത്താവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം, എന്തോ പ്രശ്നമുണ്ട്, പുള്ളി ഒരുപക്ഷെ മകനായിരിക്കില്ല. അപ്പോൾ വേറൊരാൾ പ്രാർത്ഥിച്ച് വീട് മേടിച്ചുകൊടുത്തോണ്ട് നിങ്ങൾ ഓടരുത്. മക്കൾക്ക് വെച്ചിട്ടുള്ള എന്താ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാം നന്മയ്ക്ക്. അവസാനം നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത്ര ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ പതുക്കെ ആലോചിച്ചാൽ മതി. ഓക്കെ, മുൻ നിയമിച്ചവരെ വിളിച്ചു. അപ്പം ദൈവം ആരെ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരെയാണോ ക്രിസ്തുവിന് അനുരൂപരാകാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത് അവരെ വിളിച്ചവരെ നീതീകരിച്ചും തേജസ്കരിച്ചും കർത്താവ് അങ്ങ് കൊണ്ടുപോവുക. എങ്ങോട്ടാ? ഈ മുൻ നിയമനത്തിലേക്ക്. മുൻ നിയമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്നറിയോ? രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിന് അനുരൂപരായി പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുക എന്നുള്ളതാണ് ഈ മുൻ നിയമനം. മുന്നമേയാണ് അപ്പോയിൻമെൻറ്റ്. എന്നിട്ട് പറയുകയാണ്, അതിന് താഴോട്ട് വരുമ്പോൾ പറയാണ്, കർത്താവ് നമ്മളെ കുറ്റവിമുക്തരാക്കിയാൽ പിന്നെ നമ്മളെ കുറ്റം പറയുന്നത് ആര്? ഒരു സാത്താനും നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വി ആർ ഫ്രീ, വി ആർ റൈച്ചസ്. നമ്മൾ നല്ലതായതുകൊണ്ടല്ല, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നതുകൊണ്ട്, അവൻ നമ്മുടെ നീതിയായി മാറിയത് കൊണ്ട് നമ്മൾ നീതിമാന്മാരാണ്. അതുകൊണ്ട് ഒരാൾക്ക് നമ്മളെ കുറ്റം പറയാൻ സാധിക്കില്ല. 8-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോഴേക്കും പറയാണ്, ഒന്നിനും നമ്മളെ ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കാനും വരുവാനുള്ള ലോകത്തിലുള്ളതോ ഈ ലോകത്തിലുള്ളതായ കഷ്ടതയ്ക്കോ മരണത്തിനോ ഒന്നിനും ഇത്രയും വലിയ ഈ ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതൊരു അഷുറൻസ് ആണ്, ഒരു വിശ്വാസിയുടെ ഉറപ്പ്. എൻ്റെ അപ്പൻ എന്നെ കൈവിടുകയില്ല. ഈ ലോകത്തിലെ അപ്പനെ പോലല്ല, സ്വർഗത്തിലെ അപ്പൻ. അവനവൻ്റെ മക്കളെ ഉപേക്ഷിക്കുന്ന അപ്പനല്ല, നന്നാക്കിയെടുക്കുന്ന അപ്പനാണ്. വിശ്വാസമുണ്ടോ? ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പാ, ഞാനിങ്ങനെ നശിച്ചു പോവുകയില്ല, പാപത്തിൽ നശിക്കില്ല. ഞാൻ ഒരു ദിവസം ക്രിസ്തുവിനെ പോലെ തേജസ്സോടെ നിന്റെ മുമ്പിൽ നിൽക്കും. നീ എന്നെ അങ്ങനെ നിർത്തും. യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്. അപ്പോസ്തലിക ഉപദേശങ്ങൾ അവസാനിക്കുന്ന അവിടെയാണ്. അവിടെ പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന് സകല മഹത്വവും. അപ്പോൾ അവനാണ് നമ്മളെ നിർത്തുന്നത്. നിർത്തിക്കോളും, നിർത്തും. വിശ്വാസമുണ്ടോ? നമ്മളെല്ലാം സ്വർഗത്തിൽ കാണുമോ? സ്വർഗത്തിൽ കാണുമെന്ന് ഉറപ്പുള്ള ഒരു കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തു. എൻ്റെ കർത്താവേ, നിങ്ങൾ വേറെ വല്ലോ പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ശബ്ദമായിരുന്നേന്. സ്വർഗത്തിൽ ഓക്കെ, ഞാൻ ഇനി നിർബന്ധിച്ചൊന്നും സന്തോഷം ഉണ്ടാക്കിപ്പിക്കുന്നില്ല. നമുക്ക് അവസാനത്തെ വഴിയിലേക്ക് പോവാം. ലാസ്റ്റ് 5 minutes. 9-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായത്തിൽ നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ് എനിക്കുള്ളത്. 30-ാം വാക്യം മുതൽ വായിക്കാം. 9:30. ആകയാൽ നാം എന്ത് പറയേണ്ടു? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് അവരിടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. അടുത്ത വാക്യം, ഇതാ ഞാൻ സിയോനിൽ ഒരിടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 2 വാക്യം കൂടെ വായിക്കാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ
എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോട് എൻ്റെ യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇതൊരു വലിയൊരു മുന്നറിയിപ്പാണ്. ഇനി 9, 10, 11 അധ്യായങ്ങൾ സ്വാഭാവിക കൊമ്പുകളെ ദൈവം വെട്ടിക്കളഞ്ഞു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് എങ്ങനെയാണ് യഹൂദന്മാർ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നകന്നു പോയത്? റോമർ 9:30 പറയുന്നത്, നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, നീതിയുടെ പ്രമാണം അന്വേഷിച്ച് ഇസ്രായേൽ അവിടെ എത്തിയില്ല. എന്തുകൊണ്ട്? അവർ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു നിമിഷം ചിന്തിച്ച് നോക്കി, ഞാനൊരു യഹൂദനും നിങ്ങളുടെ പാസ്റ്റർ ഒരു യവനനുമാണെന്ന് വിചാരിച്ചോ കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അപ്പോൾ യഹൂദനായ ഞാൻ നീതി അന്വേഷിക്കുക. എങ്ങനെ നീതി അന്വേഷിക്കുന്നത്? എൻ്റെ നീതി അന്വേഷിക്കുന്നത്. ഞാൻ ക്ലീൻ ഷേവൊക്കെ ചെയ്ത് ആഭരണമൊക്കെ ഊരി വെള്ള വസ്ത്രമൊക്കെ ഇട്ട്, അപ്പോൾ അര കിലോ കൂടി നീതി അര കിലോ. പിന്നെ മീശ നല്ല മീശയായിരുന്നു, അതങ്ങ് വടിച്ച് കളഞ്ഞപ്പോഴേക്കും ഭയങ്കര വിഷമമായി പോയി. എന്നാലും വേണ്ടില്ല, കർത്താവിന് വേണ്ടി ആയതുകൊണ്ട്. അപ്പം 7 കിലോ ആയി. ആഭരണം ഊരി, അത് ഭയങ്കര സംഭവമായിരുന്നു. ഒരു 10 കിലോ. അപ്പോൾ 17 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് ഞാൻ നിൽക്കുക, നീതിമാനാവുക. ഓക്കെ, പിന്നെന്താ ചെയ്തേ? ദശാംശം. ആ ദശാംശം കൃത്യമായിട്ട് കൊണ്ടിട്ടപ്പോഴേക്കും അതൊരു 20 കിലോ ആയി. ഞാൻ ഇങ്ങനെ താങ്ങിക്കൊണ്ട്, നീതിമാനാണോ ഞാൻ? നീതിമാനായിക്കൊണ്ടിരിക്കുക. ആ പാസ്റ്റർ യവനാ, പുള്ളിയാണെങ്കിൽ ദശാംശം കൊടുക്കുന്നില്ല, മീശയും അടിക്കുന്നില്ല, ഫുൾ സ്ലീവ് ഇടുന്നില്ല, വെള്ളയും ധരിക്കുന്നില്ല. ജയിക്കുന്നവനെല്ലാം വെള്ള ധരിക്കും, അതുമില്ല. ഞാനിങ്ങനെ ആലോചിക്കുക, എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നത്? എന്നെ കണ്ടുപഠിക്കും. എനിക്കാണെങ്കിൽ ആഭരണവുമില്ല, മീശയുമില്ല, താടിയുമില്ല, ദശാംശം കൊടുക്കുന്നു, എല്ലാവരുടെ സ്തോത്രം ഹല്ലേലൂയ പറയുന്നു. പക്ഷേ അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ന്യായമായിട്ടും കർത്താവ് വന്ന് ആരുടെ അടുത്തേക്കാണ് പോകണ്ടേ? ആരുടെ അടുത്തേക്ക് പോകുന്നത്? ആരുടെ അടുത്തേക്കാണ് പോകണ്ടേ? എൻ്റെ അടുത്തേക്കല്ലേ വരേണ്ടത്. അപ്പോൾ ഞാൻ കർത്താവ് എൻ്റെ ആളാ, കർത്താവിൻ്റെ ആൾ ഞാനാന്നല്ല, കർത്താവ് എൻ്റെ ആളാന്നാണ് എൻ്റെ കയ്യിലിരിക്കുക. അപ്പം ഞാനിതുമായിട്ട് ഇങ്ങനെ 20 കിലോ ആയിട്ട് നീതിമാനായിട്ടിരിക്കുക. മറ്റേ പുള്ളിയാണ് തൊട്ടിട്ടില്ല, 1/2 കിലോ പോലും. അങ്ങനെ ഇരിക്കുകയാണ് കർത്താവ് വരുന്നത്. കർത്താവ് വന്നപ്പം കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന നീതി 500 കിലോയാണ്. ഞാൻ വേർത്തു. 20 കിലോയും കൊണ്ട് അവിടെ ഒന്നും ആകുന്നില്ല. ഞാൻ 20 കിലോയ്ക്ക് പറ്റിയ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ കർത്താവ് വന്നപ്പോഴാണ് മനസ്സിലായത്, ഞാൻ ചുമക്കുന്നതുകൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല. അത് കണ്ട യവനൻ എന്ത് ചെയ്യുന്നു? ഒറ്റ നിലവിളിയായിരുന്നു, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ ഫൈൻ, നീ രക്ഷിക്കപ്പെട്ടു. കാരണം എന്താ? ഈ 500 കിലോ എടുക്കാൻ പറ്റിയ ഒരാളേ ഉള്ളത് കർത്താവ്. അവർ പ്രവൃത്തി അന്വേഷിച്ചില്ല, വിശ്വാസത്തെ അന്വേഷിച്ചു. എനിക്കൊരു പകരക്കാരനുണ്ട്, അവൻ എൻ്റെ ഇതെടുത്തോളും, ആത്മാവിൽ എനിക്കത് പറ്റും. വിശ്വസിച്ചു, ക്രിസ്തു അതിൽ വസിക്കുന്നു വിശ്വസിച്ചു, അവൻ രക്ഷപ്പെട്ടു. അയാൾ രക്ഷപ്പെട്ടു. ഞാൻ 25 കിലോ തൂക്കി ഇങ്ങനെ നിൽക്കുക, ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറി. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർ ഇങ്ങനെ പോകുമ്പം ഒരു ചെറിയ കല്ല് തട്ടി, ഭയങ്കര രസമല്ലേ, ഷൂസ് ഇട്ടുണ്ട്, അടുത്തൊരു കല്ലിലൂടെ തട്ടി പറന്നുപോയി. ഇങ്ങനെ പോയി കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കല്ലിരിക്കുമായിരുന്നു, ഒരൊറ്റ തട്ട് തട്ടി. പക്ഷെ അതൊരു വലിയ പാറയുടെ അറ്റായിരുന്നു. ആ മൂക്ക് കുത്തി താഴോട്ട് വീണു. ഇതിനാണ് ഇടർച്ചക്കല്ലെന്ന് പറയുന്നത്. മീശ അടിക്കാൻ വലിയ പ്രയാസമില്ലായിരുന്നു, ആശുപത്രി പോകാതിരിക്കാനും വലിയ പ്രയാസമില്ലായിരുന്നു. പക്ഷേ ക്രിസ്തു പറഞ്ഞ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന വീണ് അതൊരു ഇടർച്ചക്കല്ലായിപ്പോയി. അത് തൊട്ടവനെല്ലാം വീണുപോയി. അങ്ങനെ ഇസ്രായേൽ മക്കൾ മുഴുവൻ എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിച്ചു. നിങ്ങളിനി എരിവുള്ള ഈ പാസ്റ്റർമാരൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അവർ എരിയുന്ന ഭാഗം ഒന്നും കർത്താവ് പറഞ്ഞ നീതി ആയിരിക്കില്ല, സ്വന്തം നീതി ആയിരിക്കും. ഇന്നേ അവർ ആരെങ്കിലും എരിഞ്ഞ് കണ്ടിട്ടുണ്ടോ? നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കാത്ത ഒരുത്തനും കർത്തൃമേശ എടുക്കരുത്. കേട്ടിട്ടുണ്ടോ? കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ? നിന്റെ കണ്ണിടർച്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയാത്ത ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പാസ്റ്റർ ചോദിക്കും, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റർ പുറകിലത്തെ വഴി കൂടെ ഇറങ്ങിപ്പോണ്ടി വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴെയുള്ള നീതിക്ക് സെറ്റിലായി, അവിടെ എരിഞ്ഞു. ചിലർ എരിയുന്ന എന്നറിയോ? വിശ്വാസി വന്ന ശേഷം ഇന്നേ വരെ വൈബ്രേഷനിലേക്ക് ഞാനൊരു എഫക്റ്റും ഇല്ല, ഇന്നേ വരെ ഞാനൊരു ആശുപത്രിയിൽ പോയിട്ടില്ല. പക്ഷെ പിള്ളേരെ ഡോക്ടറാക്കിയിട്ടുണ്ട്. ഞാൻ ആശുപത്രിയിൽ പോയില്ല. ബാക്കിയുള്ളവരെല്ലാം ഈ TPM എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതൊരു വലിയ കൾട്ടാണ്. അതിനകത്ത് ആശുപത്രി പോകുന്ന പാവമാണ്, പക്ഷെ ഡോക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, മറ്റുള്ളവരെ നമുക്ക് പാപം ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവരിതിനകത്ത് അങ്ങ് രസിക്കുവാണ്. ഈ ന്യായപ്രമാണം അതിനകത്ത് ഭയങ്കര എരിവാണ്.
നിങ്ങൾ അവരോട് തർക്കിച്ചവർ സമ്മതിക്കില്ല, നിങ്ങൾക്കൊന്നും വിശ്വാസം അറിയത്തില്ലെന്ന് അവർ പറയുള്ളൂ. അതെന്തുകൊണ്ട്? എരിഞ്ഞു എന്ന് കണ്ട ഉടൻ ചിന്തിച്ചോണം ബൈബിളിൽ അതുണ്ടാവില്ലെന്ന്. പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയും ആരും എരിയാൻ പോകുന്നില്ല. ക്രിസ്തുവിൻ്റെ നീതിക്ക് വേണ്ടി എരിയാൻ കപ്പാസിറ്റിയുള്ള ഒരുത്തനും ഇല്ല. എല്ലാം തകർന്ന് നുറുങ്ങി അവൻ്റെ മുമ്പിൽ കിടക്കുള്ളൂ. ഇപ്പം എങ്ങനെ ജാതികൾ രക്ഷ കണ്ടെത്തിയെന്ന് മനസ്സിലായോ? ഈ സ്വയനീതി പിടിച്ചിരിക്കുന്ന ഒരുത്തനും ഈ ക്രിസ്തുവിൻ്റെ നീതി മനസ്സിലാവില്ല. അവർ എരിയും. അതുകൊണ്ട് റോമർ 3 പറയുന്നത് അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് വേറൊരു നീതി സ്ഥാപിക്കുമായിരുന്നു. അവിടെ അവർ എരിവുള്ളവരാണ്, പക്ഷെ പരിജ്ഞാനപ്രകാരമല്ല. പണ്ടൊരു ദിവസം ഒരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഒരു മനുഷ്യനുണ്ട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ രാവിലെ സൂമിൽ പ്രസംഗിച്ചപ്പോൾ ബ്ലാക്ക് ഷർട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുത്തിന് എഴുതി, നിങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു വേർപാട് കാണിക്കേണ്ടത് ആവശ്യമാണ്, താഴെ എഴുതി. അപ്പോൾ അതിൻ്റെ താഴെ ഞങ്ങളുടെ ഒരു സഹോദരൻ എഴുതി, കറുത്ത ഷർട്ടും വെളുത്ത പാൻറ്റുമാണെങ്കിൽ അത് വേർപാടല്ല, വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണെങ്കിൽ അത് വേർപാടാണ്. അമേരിക്കയിൽ പോകുമ്പോൾ കറുത്ത കോട്ടിട്ടാൽ അതും വേർപാടാണ്. എന്നിട്ട് താഴെ എഴുതി, എങ്ങനെയുണ്ട്? എരിയോ? ഭയങ്കരമായിട്ട് എരിയുക. ഒരാൾ എന്നോട് പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ളം ധരിക്കുന്നു ബൈബിളിലുണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞു, ജയിക്കുന്നവൻ കിരീടം വയ്ക്കുന്നുണ്ട്, അതെവിടെ? അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളിങ്ങനെ തർക്കവാദികളായിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഷർട്ട് മാത്രമുള്ളല്ലോ വെള്ള, അപ്പോൾ ജയിച്ചത് ഫുള്ളല്ലായിരുന്നു, പകുതിക്ക് മുകളിലോട്ട് മാത്രമേ ജയിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഒത്തിരി വില കൊടുത്ത് ഇറങ്ങിയിട്ടുള്ളതാ, നിനക്കൊന്നും ഇത് അറിയാൻ മേല, ഇങ്ങനെ കുറേ എണ്ണം ബൈബിൾ കിടന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം തൊട്ട് ഞാൻ അന്വേഷിക്കുന്നു, ഈ വെള്ളവസ്ത്രത്തിന് എന്താ ഇത്ര വിലയെന്ന്. ഇതിന് വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. നമ്മുടെ സാധാരണ ഷർട്ടിൻ്റെ വില അതിനുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന നീതിക്ക് വേണ്ടി നിങ്ങൾ മരിക്കരുത്. ക്രിസ്തുവിന് നിങ്ങളിലൂടെ സാധിക്കുന്ന നീതിക്ക് വേണ്ടിയാണ് മരിക്കേണ്ടത്. അതാണ് ക്രിസ്തു നമ്മളിൽ വെളിവാവുക, ഉരുവാവുക എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ മതം നശിച്ചു പോകും, ക്രിസ്തു മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ക്രിസ്തുവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. അവനിലൂടെ മാത്രമേ നമുക്ക് നീതിമാന്മാരാൻ പറ്റുള്ളൂ. അത് നമ്മളിൽ തികഞ്ഞ ദൈവസ്നേഹത്തെ ഉണ്ടാക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ കാണാം. ഗോഡ് ബ്ലസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ നീതി അല്ലാതെ വേറൊന്നിലും തൃപ്തിപ്പെടാതെ കർത്താവെ, അത് ഞങ്ങളിൽ വരുന്നവരെ, യേശുവിൻ്റെ ആ സ്വഭാവം ഞങ്ങളിൽ വരുന്നവരെ, ആത്മാവിൻ്റെ സൽഫലങ്ങൾ ഞങ്ങൾ വെളിപ്പെടുന്നത് വരെ കർത്താവെ, ഞങ്ങൾ അങ്ങയെ നോക്കി ഓടുവാൻ, അത് മാത്രം ആഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇടറിപ്പോകുന്നവരല്ല, നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം വിശ്വാസത്താൽ അങ്ങയിലേക്ക് നോക്കുന്നവരെ മക്കളായി, അഷുറൻസ് ഉള്ളവരായി, ധൈര്യമുള്ളവരായി അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.